Hey CA students, looking for free auditing classes in Malayalam? Looking for summarized auditing notes? Ready to attend free audit MCQ quizzes? And to attend weekly descriptive examination? Do you want all this for free? Join our Telegram channel now. അപ്പോൾ CA ഫൈനൽ ഓഡിറ്റിങ്ങിൻ്റെ ചാപ്റ്റർ 7 ആണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ 7ാമത്തെ പാർട്ടാണ് നോക്കുന്നത്. നമ്മൾ ഓൾറെഡി 6 പാർട്ടുകൾ കംപ്ലീറ്റ് ചെയ്തു. 5 സ്റ്റാൻഡേർഡ്സും പിന്നെ നമ്മൾ മറ്റു കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കിയത്. ഈ ഒരു പാർട്ടിൽ, ഈ 7ാമത്തെ പാർട്ടിൽ നമ്മൾ നോക്കുന്ന ടോപ്പിക്കാണ് ഡ്യൂട്ടീസ് ഓഫ് ദ ഓഡിറ്റർ. അപ്പോൾ ഒരു ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടീസ് ആയിട്ട് വരുന്നത് 8 കാര്യങ്ങളാണ് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ സെർട്ടൈൻ മാറ്റേഴ്സ് ഇൻക്വയർ ചെയ്യുക, ദെൻ ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യുക, ദെൻ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്യുക, പിന്നെ ഓഡിറ്റിംഗ് റിപ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ്, ദെൻ റിപ്പോർട്ട് ഓൺ ഫ്രോഡ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ്, ദെൻ റിപ്പോർട്ട് ഓൺ എനി അതർ മാറ്റർ സ്പെസിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്യുന്ന ചില മാറ്റേഴ്സ് അതിൻ്റെ ഡ്യൂട്ടീസ് അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഡ്യൂട്ടി, ദെൻ ഡ്യൂട്ടീസ് ആൻഡ് പവർ ഓഫ് ദ കമ്പനി ഓഡിറ്റർ വിത്ത് റെഫറൻസ് ടു ബ്രാഞ്ച് ഓഡിറ്റ്. അപ്പോൾ ബ്രാഞ്ച് ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ്, ദെൻ ഡ്യൂട്ടി ടു സ്റ്റേറ്റ് ദ റീസൺ ഫോർ ക്വാളിഫിക്കേഷൻ ഓർ നെഗറ്റീവ് റിപ്പോർട്ട്. അപ്പോൾ നമ്മളൊരു ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റിപ്പോർട്ടാണോ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ റീസൺ കൊടുക്കാനുള്ള ഡ്യൂട്ടീസ്. അപ്പോൾ ഇത്രയും ഡ്യൂട്ടീസാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് 8 ഡ്യൂട്ടീസ്. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം. അതിന് മുമ്പ് സെക്ഷൻ 143 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ആണെന്ത് ഈ ഡ്യൂട്ടീസൊക്കെ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കാം. This section 143 comprehensively specifies the duties of the auditor of a company. Okay. The scope of the auditor's duties has expanded over the years. അപ്പോൾ എന്താണ് ഈ ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടീസിൻ്റെ സ്കോപ്പ് എന്ന് വെച്ചാൽ ഏതൊക്കെ ഏരിയസിലാണ് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടീസ് വരുന്നത് എന്നുള്ള കാര്യം ഓവർ ദ ഇയറിലാണ് എക്സ്പാൻഡ് ചെയ്ത് വരുന്നത്. സോ ഇതാണ് സെക്ഷൻ 143 മെൻഷൻ ചെയ്തത്. സോ 143 ആണ് എന്ത് ഓഡിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടീസ് മെൻഷൻ ചെയ്യുന്ന സെക്ഷൻ ഇൻ കമ്പനീസ് ആക്ട് 2013. ഓക്കെ, ഇനി ഫസ്റ്റ് ഡ്യൂട്ടിയാണ് എന്താണ് ചില സെർട്ടൻ മാറ്റേഴ്സ് ഇൻക്വയർ ചെയ്യുക. അതാണ് ഫസ്റ്റ് ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ മാറ്റേഴ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓഡിറ്റർ 6 കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇൻക്വയറി നടത്തേണ്ടത്. ഓക്കെ, നിങ്ങളാദ്യം മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞു സെർട്ടൈൻ മാറ്റേഴ്സിനെ കുറിച്ചിട്ട് ഓഡിറ്റർ ഇൻക്വയറി നടത്തണം. അത് ഓഡിറ്ററിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. എന്തൊക്കെ മാറ്റേഴ്സാണ് ഈ സെർട്ടൈൻ മാറ്റേഴ്സ് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് അതാണ് നമ്മൾ നോക്കുന്നത്. അത് 6 മാറ്റേഴ്സാണ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് മാറ്റർ എന്ന് വെച്ചാൽ ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ലോണ്, നമ്മൾ വാങ്ങുന്ന ലോണല്ല, നമ്മൾ പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരാൾക്ക് നമ്മൾ കടം കൊടുക്കുന്നത്. ഓക്കെ, അതിലെന്താണ് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി വരുന്നത്, എന്താണ് ഓഡിറ്റർ അന്വേഷിക്കേണ്ടത്, എന്ത് ഇൻക്വയറിയാണ് ഇവിടെ ഓഡിറ്റർ നടത്തേണ്ടത്. ഫസ്റ്റ്, ensure loans and advances made on securities are properly secured and not prejudicial to the interest of the company or its members. അപ്പോൾ നമ്മളൊരു ലോൺ കൊടുക്കുകയാണെങ്കിൽ അതിന് സപ്പോർട്ടായിട്ട് നമ്മൾ എന്തെങ്കിലും സെക്യൂരിറ്റി വാങ്ങി വെച്ചിട്ടുണ്ട്, ഒരാളിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പർലി സെക്യൂർഡ് ആണോ എന്നുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യണം, ഇൻക്വയറി നടത്തണം. അതിൻ്റെ കൂടെ തന്നെ ഓഡിറ്റർ എന്തുകൂടി നോക്കണം, ഓഡിറ്റർ ഈ ഒരു ലോൺ കൊടുത്തത് കമ്പനീനെ ഹാംഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടോ, നോട്ട് പ്രെജുഡീഷ്യൽ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനീനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി എന്താണ് ഓഡിറ്റർ അന്വേഷിക്കണം. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് ലോൺ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഓഡിറ്റർ ചെയ്യേണ്ട ഡ്യൂട്ടി. ചെക്കിംഗ് ഇഫ് ലോൺ ഗിവൺ അഗെയിൻസ്റ്റ് എ പ്രോപ്പർട്ടി ഈസ് പ്രോപ്പർലി ഡോക്യുമെൻറ്റഡ് ആൻഡ് വാല്യൂഡ്. അപ്പോൾ എന്താണ് ഒരു ലോൺ നമ്മൾ കൊടുത്തു, ഒരു പ്രോപ്പർട്ടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് കൊടുത്തത്. അവരൊരു പ്രോപ്പർട്ടി നമുക്ക് തന്നു, സെക്യൂരിറ്റി ആയിട്ട് തന്നു, അത് പ്രോപ്പർലി ഡോക്യുമെൻറ്റും അതേമാതിരി തന്നെ വാല്യൂ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ നോക്കണം.
ഒരു ലാൻഡ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആണ് ഒരു സെക്യൂരിറ്റിയെ തന്നിരുന്നത്. ഇവരെന്ത് ചെയ്യണം? ഇവർ ഇയർലി അതിൻ്റെ ഒരു വാല്യൂ നോക്കണം. കാരണം അവർ കൊടുത്ത ലോണിനെ സപ്പോർട്ട് ചെയ്ത അത്രയും വാല്യൂ ഇപ്പോഴും ആ സെക്യൂരിറ്റിക്ക് ഉണ്ടോ എന്നുള്ള കാര്യം കമ്പനി നോക്കേണ്ടതാണ്. സോ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം? ഇൻക്വയറി നടത്തണം. ഇനി നെക്സ്റ്റ്, ബുക്ക് എൻട്രീസ്. കൺഫേം ദാറ്റ് ട്രാൻസാക്ഷൻസ് റെപ്രസെൻറ്റഡ് ബൈ ബുക്ക് എൻട്രീസ് ആർ നോട്ട് പ്രൊജുഡീഷ്യൽ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി. അപ്പോൾ എന്താണ്? ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ, നമ്മളെ ബുക്സിലുള്ള ട്രാൻസാക്ഷൻ എന്താണ്, കമ്പനീൻ്റെ ഇൻട്രസ്റ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടോ, കമ്പനീനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നമ്മളെ ബുക്കിലുണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? ഓഡിറ്റർ ഇൻക്വയറി നടത്തണം. സോ ബുക്ക് എൻട്രി, കൺഫേം ദാറ്റ് ട്രാൻസാക്ഷൻ റെപ്രസെൻറ്റഡ് ബൈ ബുക്ക് എൻട്രീസ് ആർ നോട്ട് പ്രൊജുഡീഷ്യൽ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി. എക്സാമ്പിൾ, എ ക്രോസ് ചെക്കിംഗ് എൻട്രീസ് ഇൻ ദ ലെഡ്ജർ ടു എൻഷുർ ദേ ആർ ലെജിറ്റിമേറ്റ് ആൻഡ് ബെനിഫിഷ്യൽ. അപ്പോൾ ബെനിഫിഷ്യലും അതേപോലെ തന്നെ ലെജിറ്റിമേറ്റ് ആണോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം? എൻഷുർ ചെയ്യണം. സോ അതാണ് രണ്ടാമത്തെ കാര്യം. ഫസ്റ്റ് എന്താണ്? നമ്മൾ കൊടുത്ത ലോൺ. രണ്ടാമത്തത് ബുക്ക് എൻട്രീസ് ആണ്. ഇനി മൂന്നാമത്തത് അസറ്റ് സെയിൽ. അസറ്റ് സെയിൽ എന്താണ് കമ്പനി ഓഡിറ്റർ നോക്കേണ്ടത്? ഫോർ നോൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ നോൺ ബാങ്കിങ് കമ്പനി. അപ്പോൾ ഇതിനൊരു എക്സെപ്ഷൻസ് ഉണ്ടോ? നോൺ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയോ അല്ലെങ്കിൽ നോൺ ബാങ്കിങ് കമ്പനിയോ ആണെങ്കിൽ മാത്രമേ ഈ ഒരു അസറ്റ് സെയിലിൻ്റെ കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ടതുള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയോ അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനിയോ ആണെങ്കിൽ നോക്കേണ്ട ആവശ്യമില്ല. സോ നോൺ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയോ അല്ലെങ്കിൽ നോൺ ബാങ്കിങ് കമ്പനിയോ ആണെങ്കിൽ വെരിഫൈ ഇഫ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് ഓർ അതർ സെക്യൂരിറ്റീസ് ആർ നോട്ട് സോൾഡ് അറ്റ് എ പ്രൈസ് ലോവർ ദാൻ ദെയർ പർച്ചേസ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ ഒരു സെക്യൂരിറ്റിയോ ഒരു ഷെയറോ ഡിബഞ്ചറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റിയോ നമ്മൾ വാങ്ങിയ പൈസതിനെക്കാട്ടും കുറവായിട്ട് നമ്മൾ വിൽക്കുന്നുണ്ടോ? ഏതൊക്കെ കമ്പനിക്കാണ്? നോൺ ഇൻവെസ്റ്റ്മെൻറ്റും നോൺ ബാങ്കിങ് കമ്പനിക്കും. ഇവരത് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ ഇൻക്വയറി ചെയ്യണം, അന്വേഷിക്കണം. ഓക്കെ. ചെക്കിംഗ് ഇഫ് ദ കമ്പനി ഷെയർസ് ബോട്ട് അറ്റ് 100 rupees, 100 rupeesന് വാങ്ങിയിട്ട് എന്താണ്, ആർ നോട്ട് സോൾഡ് അറ്റ് 50 rupees വിത്തൗട്ട് എ വാലിഡ് റീസൺ. അപ്പോൾ ഒരു വാലിഡ് റീസൺ ഇല്ലാതെ 100 രൂപക്ക് വാങ്ങിയ സാധനം 50 രൂപക്ക് വിൽക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം എന്ത് നോക്കണം? ഓഡിറ്റർ നോക്കണം. സോ അസറ്റ് വിൽക്കുന്നതാണ് മൂന്നാമത്തെ മാറ്റർ, സെർട്ടൻ മാറ്റർ ഓഡിറ്റർ ഇൻക്വയറി നടത്തേണ്ടത്. ഇനി നെക്സ്റ്റ് അടുത്തതെന്ന് വെച്ചാൽ ലോൺ ഷോൺ ആസ് ഡെപ്പോസിറ്റ്. നമ്മളെന്താണ്, നമ്മൾ കൊടുത്ത എന്തെങ്കിലും ലോണ്, നമ്മളൊരാൾക്ക് ലോൺ കൊടുത്തു, അത് ഡെപ്പോസിറ്റായിട്ട് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് ഓഡിറ്റർ നോക്കണം. ചെക്ക് ഇഫ് ലോൺ ആൻഡ് അഡ്വാൻസ് ആർ നോട്ട് മിസ്റെപ്രസെൻറ്റഡ് ആസ് ഡെപ്പോസിറ്റ്. അപ്പോൾ നമ്മൾ കൊടുത്തൊരു ലോണോ അല്ലെങ്കിൽ അഡ്വാൻസോ ഒരു ഡെപ്പോസിറ്റായിട്ട് കാണിക്കുന്നില്ലല്ലോ എന്നുള്ളത് ഓഡിറ്റർ നോക്കേണ്ടതാണ്. മറ്റേന്തായിരുന്നു, അവർക്ക് കിട്ടിയ, നമുക്ക് ഈ ലോണിന് സപ്പോർട്ടായിട്ട് കിട്ടിയ സെക്യൂരിറ്റി പ്രോപ്പർലി ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ടോ, പ്രോപ്പർലി വാല്യൂ ചെയ്തിട്ടോ എന്നുള്ള കാര്യമാണ് ഓഡിറ്റർ നോക്കേണ്ടത്. ഇവിടെ എന്താണ്, അത് ഡെപ്പോസിറ്റായിട്ട് മാറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് നോക്കേണ്ടത്. എക്സാമ്പിൾ, വെരിഫൈ ഇഫ് എംപ്ലോയി ലോൺസ് ആർ കാറ്റഗറൈസ്ഡ് കറക്റ്റ്ലി ഇൻ ദ ബുക്സ്. ഓക്കെ. ദെൻ പേഴ്സണൽ എക്സ്പെൻസസ്. അഞ്ചാമത്തെ കാര്യമാണ് പേഴ്സണൽ എക്സ്പെൻസ്. എൻഷുർ പേഴ്സണൽ എക്സ്പെൻസസ് ആർ നോട്ട് ചാർജ് ടു ദ റവന്യൂ അക്കൗണ്ട്. അപ്പോൾ നമ്മളെന്താണ്, P&Lലേക്ക് നമ്മളുടെ പേഴ്സണൽ എക്സ്പെൻസ്, കമ്പനീൻ്റെ ഓണേഴ്സിൻ്റെ പേഴ്സണൽ എക്സ്പെൻസ് P&Lലേക്ക് ചാർജ് ചെയ്യുന്നില്ലല്ലോ എന്നുള്ള കാര്യം കൂടി ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ഇതെന്താണ്, ഡ്രോയിങ്സിലേക്കാണ് വരിക. പാർട്ണർഷിപ്പ് ആണെങ്കിൽ ഡ്രോയിങ്സിലേക്ക് വരും, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഓണേഴ്സിൻ്റെ അക്കൗണ്ടിലേക്കാണ് വരേണ്ടത്. എക്സാമ്പിൾ, വെരിഫൈയിങ് ട്രാവൽ ബിൽസ് ടു എൻഷുർ ദേ ആർ ബിസിനസ് റിലേറ്റഡ് ആൻഡ് നോട്ട് പേഴ്സണൽ. അപ്പോൾ ഒരു ട്രാവൽ ബില്ല് ഓഡിറ്റർ കാണുകയാണ്, ഒരു വൗച്ചർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ട്രാവൽ ബില്ല് കണ്ടു, അത് ബിസിനസ്സിന് വേണ്ടി തന്നെയല്ലേ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം, അല്ലാതെ അവരുടെ ഓണേഴ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലല്ലോ എന്നുള്ള കാര്യം ഓഡിറ്റർ നോക്കണം. ദെൻ ക്യാഷ് ഫോർ ഷെയർ അലോട്ട്മെൻറ്റ്. അപ്പോൾ എന്താണ്, നമ്മളൊരു ഷെയർ അലോട്ട് ചെയ്ത് നമുക്ക് ക്യാഷ് കിട്ടും, അത് വെരിഫൈ ദാറ്റ് ദ ക്യാഷ് ഹാസ് ബീൻ റിസീവ്ഡ് ഫോർ ഷെയർസ് സ്റ്റേറ്റഡ് ആസ് അലോട്ടഡ് ഫോർ ഷെയർസ്. അപ്പോൾ എന്താണ്, ആ ഒരു ക്യാഷ് ഷെയർ അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തോ, അങ്ങനെ തന്നെയാണോ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത്, മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. ചെക്കിംഗ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ടു കൺഫേം മണി റിസീവ്ഡ് ഫോർ ഷെയർ ഇഷ്യൂ. അപ്പോൾ ഷെയർ ഇഷ്യൂവിന് വേണ്ടി കിട്ടിയ ക്യാഷിൻ്റെ അത് എന്താണ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വഴി ചെക്ക് ചെയ്തിട്ട് ഓഡിറ്റർ എന്താണ് വെരിഫൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ 6 കാര്യങ്ങൾ, ഒന്ന് വെച്ചാൽ നമ്മൾ ലോൺ കൊടുത്തത് എന്താണ്, പ്രോപ്പർലി ഡോക്യുമെൻറ്റ് ചെയ്ത് അതിൻ്റെ സെക്യൂരിറ്റി നമ്മൾ പ്രോപ്പർലി വാല്യൂ ചെയ്യുന്നുണ്ടോ. ഇപ്പോൾ ലോൺ കൊടുത്തത് അതിൻ്റെ സെക്യൂരിറ്റി എന്താണ്, പ്രോപ്പർലി സെക്യൂർഡ് ആണോ എന്നുള്ള കാര്യം നോക്കണം. അതേമാതിരി തന്നെ നോട്ട് പ്രൊജുഡീഷ്യൽ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി ഓർ ഇറ്റ്സ് മെമ്പേഴ്സ്, അത് ഫസ്റ്റ് നോക്കണം. അതിനുശേഷം ബുക്ക് എൻട്രീസ്, ട്രാൻസാക്ഷൻസ് റെപ്രസെൻറ്റഡ് ബൈ ബുക്ക് എൻട്രീസ് എന്താണ്, അതും കമ്പനിക്ക് ഹാംഫുൾ അല്ല, നോട്ട് പ്രൊജുഡീഷ്യൽ ഫോർ ദ കമ്പനീസ് ഇൻട്രസ്റ്റ്, അതും നോക്കണം. അതിനുശേഷം എന്താണ്, അസറ്റ് വിൽക്കുന്നത്, നമ്മളിത് വാങ്ങിയ ഒരു ഷെയറോ ഒരു നോൺ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ നോൺ ബാങ്കിങ് കമ്പനിയോ അവരുടെ ഷെയറോ ഡിബഞ്ചറോ അതർ സെക്യൂരിറ്റീസോ എന്താണ്, വാങ്ങിയതിനെക്കാട്ടും കുറച്ച് വിലക്കല്ലല്ലോ വിൽക്കുന്നത് എന്നുള്ള കാര്യം കമ്പനി നോക്കണം. അതിനുശേഷം ലോൺ ഷോൺ, നമ്മൾ കൊടുത്തൊരു ലോൺ എന്താണ്, ഡെപ്പോസിറ്റ് ആയിട്ടല്ലല്ലോ കാണിക്കുന്നത് എന്നുള്ള കാര്യം നോക്കണം. ദെൻ പേഴ്സണൽ എക്സ്പെൻസ് എന്താണ്, റവന്യൂ അക്കൗണ്ടിലേക്ക് വരുന്നില്ലല്ലോ എന്നുള്ള കാര്യം
ഓഡിറ്റർ നോക്കേണ്ടതാണ്. ദെൻ ക്യാഷ് ഫോർ ഷെയർ അലോട്ട്മെൻറ്റ്, അതെന്താണ്, അത് പ്രോപ്പർലി മെൻഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ഓഡിറ്റർ നോക്കേണ്ട ഒരു കാര്യമാണ്. ഈ 6 കാര്യങ്ങളിൽ ഇതാണ് 6 കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യേണ്ട ഇൻക്വയറീസ്. 6 കാര്യങ്ങളുടെ മുകളിൽ ചെയ്യേണ്ട ഇൻക്വയറീസ്. റിസർച്ച് കമ്മിറ്റീസ് ഒപ്പീനിയൻ. അപ്പോൾ റിസർച്ച് കമ്മിറ്റി വെച്ചാൽ ICAൻ്റെ റിസർച്ച് കമ്മിറ്റിയാണ്. അപ്പോൾ ICAൻ്റെ റിസർച്ച് കമ്മിറ്റി ഒരു ഒപ്പീനിയൻ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ദ ഓഡിറ്റർ ഡസ് നോട്ട് നീഡ് ടു റിപ്പോർട്ട് ഓൺ ദീസ് മാറ്റേഴ്സ് അൺലെസ് ദെയർ ആർ സ്പെഷ്യൽ കമൻറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ് ഓഡിറ്ററിനുണ്ട്. നമ്മൾ ഈ 6 കാര്യങ്ങൾ പറഞ്ഞു. ആ 6 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം നെഗറ്റീവാണ് എന്ന് വെച്ചാൽ ഒരു പേഴ്സണൽ എക്സ്പെൻസ് എന്താണ് റവന്യൂ അക്കൗണ്ടിൽ കാണിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണത്. സോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കമൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഓഡിറ്ററിന് എന്താവശ്യമുള്ളൂ, ഈ കാര്യം റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുള്ളൂ. അവിടെ ഒരു പ്രശ്നമില്ല. ഈ 6 കാര്യങ്ങൾ നോക്കിയപ്പോഴും അവിടെ ഒരു പ്രശ്നവും കണ്ടില്ല. അപ്പോൾ ഓഡിറ്ററിൻ്റെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് എന്താണ് റിസർച്ച് കമ്മിറ്റി ഓഫ് ICAൻ്റെ ഒപ്പീനിയൻ. ഇഫ് സാറ്റിസ്ഫൈഡ് എന്ന് വെച്ചാൽ ഓഡിറ്ററിന് സാറ്റിസ്ഫൈഡ് ആണ്, ഒരിക്കലും ഒരു പ്രശ്നമില്ല. ദ ഓഡിറ്റർ ഹാസ് നോ അഡീഷണൽ റിപ്പോർട്ടിംഗ് ഡ്യൂട്ടീസ്, ഓഡിറ്റർ അത് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ദ റിപ്പോർട്ട് കണ്ടൻസ് റിമെയിൻസ് അൺചേഞ്ച്ഡ് അൺലെസ് അഡ്വേഴ്സ് ഫൈൻഡിങ്സ് അറൈസ്. അപ്പോൾ എന്തെങ്കിലും അഡ്വേഴ്സ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടായി, നമ്മളിപ്പോൾ പറഞ്ഞ 6 കാര്യങ്ങൾ എന്തെങ്കിലും നമ്മളൊരു വിപരീതമായി സംഭവിച്ചാൽ മാത്രമേ ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അക്കോർഡിംഗ് ടു റിസർച്ച് കമ്മിറ്റി ഓഫ് ICA. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുന്നു. സെക്കൻഡ് ഡ്യൂട്ടിയാണ് എന്ത്, ഡ്യൂട്ടി ടു സൈൻ ദ ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യണം. അത് ഓഡിറ്ററിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. ഏത് സെക്ഷനിലാണത് പറയുന്നത്, ഈ ഡ്യൂട്ടീസ് മെൻഷൻ ചെയ്യുന്ന സെക്ഷൻ 143 ആണ്. പക്ഷേ ഈ സൈൻ ചെയ്യാനുള്ള കാര്യം മെൻഷൻ ചെയ്തതാണ് സെക്ഷൻ 145. സോ അക്കോർഡിംഗ് ടു സെക്ഷൻ 145 the auditor must sign the audit report and certify any company document. അപ്പോൾ എന്താണ്, ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യണം. അതേമാതിരി തന്നെ കമ്പനീൻ്റെ വേറെ എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ സർട്ടിഫൈ ചെയ്ത് കൊടുക്കണം. അതാണ് സെക്ഷൻ 145 പറഞ്ഞത്. ഒബ്സർവേഷൻ ഓർ അഡ്വേഴ്സ് കമൻറ്റ്സ് ഇൻ ദ റിപ്പോർട്ട് മസ്റ്റ് ബി പ്രസൻറ്റഡ് ഇൻ ദ ജനറൽ മീറ്റിംഗ് ആൻഡ് മെയ്ഡ് അവൈലബിൾ ഫോർ ഇൻസ്പെക്ഷൻ ബൈ മെമ്പേഴ്സ്. അപ്പോൾ എന്തെങ്കിലും ഒരു അഡ്വേഴ്സ് കമൻറ്റോ അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷനോ, ഓഡിറ്ററുടെ ഓഡിറ്റ് പ്രകാരം എന്തെങ്കിലും ഒരു ഒബ്സർവേഷനോ അഡ്വേഴ്സ് കമൻറ്റോ ഉണ്ടെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, അത് ജനറൽ മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യണം. അതേമാതിരി തന്നെ മെമ്പേഴ്സിന് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അവൈലബിൾ ആക്കി കൊടുക്കും വേണം. ഓക്കെ, എക്സാമ്പിൾ സൈനിങ് ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ഓഡിറ്റ്. അപ്പോൾ ഓഡിറ്റിന് ശേഷം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സൈൻ ചെയ്യുന്നത് എന്താണ്, ഈ ഒരു സെക്ഷൻ പ്രകാരമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഡ്യൂട്ടി ഓഡിറ്ററിൻ്റെ. ഇനി മൂന്നാമത്തെ ഡ്യൂട്ടിയാണ് ഡ്യൂട്ടി ടു കംപ്ലൈ വിത്ത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്താണ്, ഓഡിറ്റർ കംപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്യൽ, അതാണ് മൂന്നാമത്തെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. അണ്ടർ സെക്ഷൻ 143 സബ്സെക്ഷൻ 9. അപ്പോൾ 143 സബ്സെക്ഷൻ 9 ആണ് എന്ത് പറയുന്നത്, ഈ ഒരു ഡ്യൂട്ടി പറയുന്നത്. എവരി ഓഡിറ്റർ മസ്റ്റ് കംപ്ലൈ വിത്ത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. എല്ലാ ഓഡിറ്ററും എന്താണ്, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്തിരിക്കണം. ദീസ് സ്റ്റാൻഡേർഡ്സ് ആർ പ്രിസ്ക്രൈബ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആൻഡ് ദ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. അപ്പോൾ ICAI-യും അതേമാതിരി തന്നെ NFRA-യും ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ആർക്ക്, സെൻട്രൽ ഗവൺമെൻറ്. എന്നിട്ട് സെൻട്രൽ ഗവൺമെൻറ്റാണ് ഈ ഓരോ സ്റ്റാൻഡേർഡ്സും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ടാണത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നോക്കിയ സാധനമാണത്. സോ അതിലെന്താണ്, അങ്ങനെയാണ് ഈ ഒരു ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് വരുന്നത്. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും അത് റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്യുന്നത് ICAI-യും അതേമാതിരി തന്നെ NFRA ആണ്. ഓക്കെ, അപ്പോൾ ആ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്താണ്, എല്ലാ ഓഡിറ്ററും കംപ്ലൈ ചെയ്തിരിക്കണം. എക്സാമ്പിൾ ഫോളോയിങ് ICAI സ്റ്റാൻഡേർഡ്സ് ഫോർ ഇൻറ്റേർണൽ കൺട്രോൾ വൈൽ കണ്ടക്ടിങ് എൻ ഓഡിറ്റ്. അപ്പോൾ എന്താണ്, ഒരു ഓഡിറ്റർ എന്തായാലും എന്ത് ചെയ്തിരിക്കണം, ഫോളോ ചെയ്യണം. ഒരു ഇൻറ്റേർണൽ കൺട്രോളിനുള്ള സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻറ്റേർണൽ കൺട്രോളിന് ICAI ഇഷ്യൂ ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് എന്തായാലും ഓഡിറ്റർ ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, സോ ഇതാണ് മൂന്നാമത്തെ ഡ്യൂട്ടി, കംപ്ലൈ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്തൊക്കെ ഡ്യൂട്ടീസാണ് ഒരു ഓഡിറ്ററിലുള്ളത്. നമ്മളൊരു ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യും. ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ആണ് വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ആൻ ഓഡിറ്റർ. അപ്പോൾ അതിലെന്തൊക്കെയാണ് ഒരു ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടീസ്, അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. So, duty to audit report.
ആസ് പെർ സബ്സെക്ഷൻ 3 ഓഫ് സെക്ഷൻ 143. അപ്പോൾ 143 സബ്സെക്ഷൻ 3 ആണെന്ത് ഇത് പറയുന്നത്, ഓഡിറ്റ് റിപ്പോർട്ടിലുള്ള ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിനെ കുറിച്ച് പറയുന്നത്. ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് മസ്റ്റ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. അപ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ വേണം. സോ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ എന്താണ്, ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യിക്കലാണ് ഒരു ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി ആസ് പെർ സെക്ഷൻ 143 സബ്സെക്ഷൻ 3. ഓക്കെ, ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ. കൺഫേം വെദർ ഓൾ നെസസറി ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻസ് വെർ സോട്ട് ആൻഡ് ഒബ്റ്റെയിൻഡ് ഫോർ ദ ഓഡിറ്റ്. അപ്പോൾ എന്താണ്, നമ്മൾ ഓഡിറ്റിന് വേണ്ടിയിട്ട് എല്ലാ ആവശ്യമുള്ള ഇൻഫർമേഷൻസും, ഓൾ നെസസറി ഇൻഫർമേഷൻ, അതേമാതിരി തന്നെ എല്ലാ എക്സ്പ്ലനേഷൻസും നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടോ, ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്താണ്, കൺഫേം ചെയ്യണം ആര്, ഓഡിറ്റർ. അത് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. എല്ലാ ഇൻഫർമേഷനും, ഓഡിറ്റിന് ആവശ്യമുള്ള എല്ലാ നെസസറി ഇൻഫർമേഷൻസും ഓഡിറ്റർ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എന്താണ്, ഓഡിറ്റർ കൺഫേം ചെയ്യണം. ഇഫ് നോട്ട്, ഇല്ലെങ്കിൽ ഡീറ്റെയിൽ ദ മിസ്സിംഗ് ഇൻഫർമേഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മിസ് ചെയ്തിട്ടില്ല, നമ്മൾ വിട്ടുപോയിട്ടുള്ള ഇൻഫർമേഷൻസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. ഡീറ്റെയിൽ ദ മിസ്സിംഗ് ഇൻഫർമേഷൻ ആൻഡ് ഇമ്പാക്ട്സ് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എത്രമാത്രം ഇമ്പാക്റ്റ് വരുത്തും എന്നുള്ള കാര്യം കൂടി ഓഡിറ്റർ എന്ത് ചെയ്യണം, പറയണം. എക്സാമ്പിൾ, ഇഫ് ഡീറ്റെയിൽസ് ഓഫ് എ സിഗ്നിഫിക്കൻറ്റ് ട്രാൻസാക്ഷൻസ് ആർ അൺഅവൈലബിൾ ദ റിപ്പോർട്ട് മസ്റ്റ് സ്റ്റേറ്റ് ദിസ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ. അപ്പോൾ എന്താണ്, ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് എന്താണ്, നമുക്ക് കിട്ടിയില്ല, അൺഅവൈലബിൾ ആണ്, നമുക്കത് കിട്ടിയില്ല. എന്ത് ചെയ്യണം, റിപ്പോർട്ടിൽ അതിനെക്കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്യണം, അതിൻ്റെ ഇംപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം, പറയണം. നെക്സ്റ്റ്, പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് നെക്സ്റ്റ് ഡ്യൂട്ടി. എന്താ വെച്ചാൽ, സ്റ്റേറ്റ് വെദർ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഹാവ് ബീൻ കെപ്റ്റ് ആൻഡ് ആഡിക്വേറ്റ് റിട്ടേൺസ് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ചസ് നോട്ട് വിസിറ്റഡ്. അപ്പോൾ എന്താണ്, നമ്മൾ ആഡിക്വേറ്റ് ആയിട്ടുള്ള പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്താണ്, കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആരെ ഓഡിറ്റാണോ ചെയ്യാൻ പോകുന്നത് അവരെന്താണ്, പ്രോപ്പർ ആയിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ ചില ബ്രാഞ്ചുകൾ ഓഡിറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ച് ഉണ്ടാവും, ആ ബ്രാഞ്ച് ചിലപ്പം ഓഡിറ്ററിന് വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിട്ടേൺസ് അതും എന്താണ്, ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. എക്സാമ്പിൾ, കൺഫേം ഇഫ് ബ്രാഞ്ച് റെക്കോർഡ്സ് അലൈൻഡ് വിത്ത് സെൻട്രൽ റെക്കോർഡ്. അപ്പോൾ എന്താണ്, ബ്രാഞ്ചിൻ്റെ റെക്കോർഡും അതേമാതിരി തന്നെ ഹെഡ് ഓഫീസിൻ്റെയും അല്ലെങ്കിൽ സെൻട്രൽ ഏതാണോ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സ്ഥാപനം അതിൻ്റെ റെക്കോർഡും എന്താണ്, ഓക്കെ ആണോ, അത് അലൈൻ ചെയ്യുന്നുണ്ടോ, മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. അതൊരു ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. സോ ഇതാണ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ പ്രകാരം ഓഡിറ്ററിൻ്റെ നെക്സ്റ്റ് ഡ്യൂട്ടി. ദെൻ ബ്രാഞ്ച് ഓഡിറ്റ് റിപ്പോർട്ട്. മെൻഷൻ ഹൗ റിപ്പോർട്ട്സ് ഫ്രം ബ്രാഞ്ച് ഓഫീസേഴ്സ് ഓഡിറ്റഡ് ബൈ ദ അതർ ഓഡിറ്റേഴ്സ് വർ റിവ്യൂഡ് ആൻഡ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ മെയിൻ ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ എന്താണ്, മറ്റ് ഓഡിറ്റർ, നമ്മൾ SA 600 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, യൂസിങ് ദ വർക്ക് ഓഫ് അനദർ ഓഡിറ്റർ. അപ്പോൾ അത് പ്രകാരം എന്താണ്, മറ്റ് ഓഡിറ്റർ ആണ് ബ്രാഞ്ച് എന്ത് ചെയ്യുക, ബ്രാഞ്ച് ഓഫീസ് ഓഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളോ അല്ലെങ്കിൽ മറ്റൊരു അനദർ ഓഡിറ്ററിനെ അവർ അപ്പോയിൻറ്റ് ചെയ്തിട്ട് അവരായിരിക്കും ഓഡിറ്റ് ചെയ്യുക. അപ്പോൾ അവർ പ്രകാരമുള്ള റിപ്പോർട്ട്, ആ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് were reviewed and incorporated into the main audit report. അതെന്താണ്, മെയിൻ ഓഡിറ്റ് റിപ്പോർട്ടിലേക്ക് അത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം ആര്, ഓഡിറ്റർ. അതും ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ് റിഗാർഡിങ് ഓഡിറ്റ് റിപ്പോർട്ട്. സോ ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അവർക്കൊരു റിപ്പോർട്ട് ഉണ്ടാവും, ആ റിപ്പോർട്ട് എന്താണ്, നമ്മളുടെ മെയിൻ റിപ്പോർട്ടിൽ എന്ത് ചെയ്യണം, അത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം, അതിൻ്റെ റിഫറൻസ് അവിടെ വേണം. സോ അതും ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. അസസിങ് കൺസിസ്റ്റൻസി ബിറ്റ്വീൻ ബ്രാഞ്ച് ഓഡിറ്റ് ആൻഡ് മെയിൻ കമ്പനി ഓഡിറ്റ്. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് റെക്കോർഡ്സ്. Confirm whether the company's balance sheet and profit and loss account agrees with the books of accounts and returns. അപ്പോൾ എന്താണ്, കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റും P&Lഉം ബുക്സ് ഓഫ് അക്കൗണ്ട്സും അതേമാതിരി തന്നെ റിട്ടേൺസും തമ്മിൽ എന്താണ്, എഗ്രി ചെയ്യുന്നുണ്ടോ, കൺസിസ്റ്റൻ്റ് ആണോ എന്നുള്ള കാര്യം ഓഡിറ്റർ കൺഫേം ചെയ്യണം. അതാണ് ഓഡിറ്ററിൻ്റെ നെക്സ്റ്റ് ഡ്യൂട്ടി, നാലാമത്തെ ഡ്യൂട്ടി. സോ എൻഷുർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിഫ്ലക്ട് ഓൾ ട്രാൻസാക്ഷൻ ആക്യുറേറ്റ്ലി. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷൻസും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ ട്രാൻസാക്ഷൻസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഓഡിറ്റർ എൻഷുർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നാലാമത്തെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത് റിഗാർഡിങ് ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് എന്താണ്, ഈ കാര്യം കൂടി നമ്മൾ മെൻഷൻ ചെയ്യണം. ദെൻ കംപ്ലയൻസ് വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. സ്റ്റേറ്റ് വെദർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കംപ്ലൈ വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരമാണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓഡിറ്റർ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം ഓഡിറ്റ് റിപ്പോർട്ടിൽ. എക്സാമ്പിൾ, വെരിഫൈ adherence to standards for revenue recognition. അപ്പോൾ റവന്യൂ റെക്കഗ്നീഷൻ്റെ സ്റ്റാൻഡേർഡ്സ് എന്താണ്, ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യണം ആര്, ഓഡിറ്റർ.
സോ ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെയായിരുന്നു 5 സ്റ്റാൻഡേർഡ്സ് പറഞ്ഞു, 5 ഡ്യൂട്ടീസ് പറഞ്ഞു. ഒന്നെന്ന് വെച്ചാൽ ഇൻഫർമേഷൻസ് ആൻഡ് എക്സ്പ്ലനേഷൻസ്, നമ്മൾ എല്ലാ നെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻസും എക്സ്പ്ലനേഷൻസും ഓഡിറ്റർ സോർട്ടും ചെയ്യണം. എന്ന് വെച്ചാൽ കണ്ടുപിടിക്കും വേണം, അതേപോലെ തന്നെ ഇതാക്കണം ചെയ്യണം, അത് അന്വേഷിക്കും വേണം, അത് കണ്ടുപിടിക്കും വേണം. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് മിസ്സിംഗ് ഡീറ്റെയിൽസ് ഓഫ് ഇൻഫർമേഷൻ, അതിൻ്റെ ഇമ്പാക്റ്റും എന്ത് ചെയ്യണം നമ്മൾ മെൻഷൻ ചെയ്യണം. ഇനി അടുത്തതെന്ന് വെച്ചാൽ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ നോക്കണം. അതേമാതിരി തന്നെ നമുക്കൊരു ബ്രാഞ്ച് വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ റിട്ടേൺസ് എന്താണ് ആഡിക്വേറ്റ് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഓഡിറ്റർ ചെക്ക് ചെയ്യണം. അതിന് ശേഷമുള്ളതാണ് എന്ത് ബ്രാഞ്ച് ഓഡിറ്റ് റിപ്പോർട്ട്. ബ്രാഞ്ച് ഓഡിറ്റ് റിപ്പോർട്ട് ആരാണ് ഉണ്ടാക്കുക? അനദർ ഓഡിറ്ററാണ് ഉണ്ടാക്കുക. സോ അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ചിലപ്പോൾ ഉണ്ടാക്കുക. ആ ഒരു ബ്രാഞ്ച് ഓഡിറ്റ് റിപ്പോർട്ട് എന്താണ് നമ്മളുടെ മെയിൻ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ റിവ്യൂ ചെയ്യണം. ഓഡിറ്റർ എന്താണ് കൺഫേം ചെയ്യണം. നമ്മൾ ആ അനദർ ഓഡിറ്റ് റിപ്പോർട്ട് എന്താണ് റിവ്യൂ ചെയ്യണം ഓഡിറ്റർ. അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇൻകോർപ്പറേറ്റും ചെയ്യണം. അതിനുശേഷം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും റെക്കോർഡ്സും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ലൈക്ക് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് രണ്ടും ബുക്സ് ഓഫ് അക്കൗണ്ട്സും റിട്ടേണുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ, അഗ്രി ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ കൺഫേം ചെയ്യണം. ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കംപ്ലൈ ചെയ്തിട്ടാണോ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഓഡിറ്റർ എന്താണ് മെൻഷൻ ചെയ്യണം ഓഡിറ്റ് റിപ്പോർട്ടിൽ. ഓക്കെ, ഇതാണ് 5 ഡ്യൂട്ടീസ്. നെക്സ്റ്റ്, ഒബ്സർവേഷൻസ് ഓൺ അഡ്വേഴ്സ് എഫക്റ്റ്. ഇൻക്ലൂഡ് കമൻസ് ഓൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ദാറ്റ് അഡ്വേഴ്സ്ലി എഫക്ട് ദ കമ്പനീസ് ഫംഗ്ഷനിങ്. അപ്പോൾ കമ്പനീൻ്റെ ഫംഗ്ഷൻസിനെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ചില ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ആ കാര്യം എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചിട്ട് നമ്മൾ കമൻറ്റ് ഓഡിറ്റ് റിപ്പോർട്ടിൽ കൊടുക്കണം. സോ ഫിനാൻഷ്യൽ കമ്പനീൻ്റെ ഫംഗ്ഷനെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ കുറിച്ചിട്ടുള്ളൊരു കമൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം ഓഡിറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം. എക്സാമ്പിൾ, ഹൈലൈറ്റ് ഇൻസ്റ്റൻസസ് ഓഫ് മിസ്മാനേജ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ഇമ്പാക്റ്റിംഗ് ഓപ്പറേഷൻ. അപ്പോൾ എന്താണ് ഒരു ഫണ്ട്, നമ്മളുടെ ബിസിനസ്സിൻ്റെ ഒരു ഫണ്ട് എന്താണ് പ്രോപ്പറായിട്ടല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നത്, പ്രോപ്പറായിട്ടല്ല അത് യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു കാര്യം എന്ത് ചെയ്യണം, അതെന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ ഓപ്പറേഷൻസിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം ഓഡിറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം. Then director's disqualification. Confirm if any director is disqualified under section 164 subsection 2. അപ്പോൾ 164 subsection 2 പ്രകാരം ഇതാണ് ഡയറക്ടേഴ്സ് ഡിസ്ക്വാളിഫിക്കേഷൻ്റെ സെക്ഷൻ. അപ്പോൾ ഇത് പ്രകാരം ഏതെങ്കിലും ഒരു ഡയറക്ടർ ഡിസ്ക്വാളിഫൈഡ് ആണോ എന്നുള്ള കാര്യം ഓഡിറ്റർ കൺഫേം ചെയ്യണം. അത് ഓഡിറ്റ് റിപ്പോർട്ടിൽ മെൻഷനും ചെയ്യേണ്ടതാണ് ഡിസ്ക്വാളിഫൈഡ് ആണെങ്കിൽ. ചെക്കിംഗ് റെക്കോർഡ്സ് ഓഫ് ഓവർ ഡ്യൂ പേയ്മെൻറ്റ്സ് ബൈ ഡയറക്ടേഴ്സ് ടു ക്രെഡിറ്റേഴ്സ്. ദെൻ അടുത്തത് ക്വാളിഫിക്കേഷൻസ് ഓർ അഡ്വേഴ്സ് റിമാർക്സ്. ഇൻക്ലൂഡ് remarks about the maintenance of accounts or related matters if necessary. അപ്പോൾ നമ്മളെന്താണ് അക്കൗണ്ട്സ്, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലോ എന്താണ് എന്തെങ്കിലും റിമാർക്ക് ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു സാധനം പോയിൻ്റ് ഔട്ട് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു കാര്യം കൂടി, ആ ഒരു റിമാർക്ക് കൂടി നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഇഫ് നെസറി എക്സാമ്പിൾ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ. എക്സാമ്പിൾ, നോട്ടിങ് ഇന്നാക്യുറസി ഇൻ എക്സ്പെൻസ് കാറ്റഗറൈസേഷൻ. അപ്പോൾ എക്സ്പെൻസ് പെട്ടെന്നൊരു ചുമ വന്നതാണ്. സോ എക്സ്പെൻസ് കാറ്റഗറൈസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ഇന്നാക്യുറസി ഉണ്ടെങ്കിൽ അതെന്താണ് ആ ഒരു സാധനം ഓഡിറ്റർ നോട്ട് ചെയ്തിട്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ കൊടുക്കേണ്ടതാണ്. സോ മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റഡ് മാറ്റേഴ്സ് അതിലെന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ റിമാർക്കും നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതാണ് ക്വാളിഫിക്കേഷൻസ് ഓർ അഡ്വേഴ്സ് റിമാർക്സ്. ദെൻ internal financial control. Confirm whether adequate internal financial controls are in place and effective. Note, this clause does not apply to private company that are either small company, one-person company or meet specific criteria. Example, turnover is less than 50 crores or borrowings less than 25 crores. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്, ഒരു കമ്പനി, നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിക്ക് ഒരു ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ടോ എന്നുള്ള കാര്യം, എഫക്റ്റീവ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം, ഇല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. പക്ഷേ ഈ ഒരു ക്രൈറ്റീരിയ, ഈ ഒരു ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോളിൻ്റെ ക്രൈറ്റീരിയ ആർക്കൊക്കെ ഉള്ളൂ, ഇത് എല്ലാ കമ്പനിക്കും ഉണ്ട് എക്സെപ്റ്റ് പ്രൈവറ്റ് കമ്പനിക്ക് ഇതില്ല. പ്രൈവറ്റ് കമ്പനി ദാറ്റ് ആർ ഐദർ സ്മോൾ കമ്പനി ഓർ വൺ പേഴ്സൺ കമ്പനി. അപ്പോൾ സ്മോൾ കമ്പനിയോ അല്ലെങ്കിൽ വൺ പേഴ്സൺ കമ്പനിയോ ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഇല്ല. അല്ലെങ്കിൽ എന്താണ് 50 കോടിക്ക് താഴെ ടേൺ ഓവറുള്ള കമ്പനിയോ അല്ലെങ്കിൽ 25 കോടിക്ക് താഴെ ബോറോയിങ്സ് ഉള്ളൊരു കമ്പനിക്കോ എന്താണ് ഈ ഒരു ഫിനാൻഷ്യൽ കൺട്രോൾ, ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോളിൻ്റെ ഒരു റൂള് അപ്ലിക്കബിൾ ആവില്ല. ബാക്കി എല്ലാ കമ്പനീസിനാണ് അപ്ലിക്കബിൾ ആവുക. സോ ഈ റൂൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ടോ, ആഡിക്വേറ്റ് ആയിട്ടുള്ളൊരു ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ടോ, അത് എഫക്റ്റീവ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. പക്ഷേ ഇത് ആർക്കൊക്കെ ചെയ്യേണ്ട, പ്രൈവറ്റ് കമ്പനി ദാറ്റ് ഈസ് എ സ്മോൾ കമ്പനി ഓർ എൻ വൺ പേഴ്സൺ കമ്പനി ആൻഡ് മീറ്റ് സ്പെസിഫിക് ക്രൈറ്റീരിയ ലൈക്ക് ടേൺ ഓവർ ഇസ് ലെസ് ദാൻ 50 crores ഓർ ബോറോയിങ് ഇസ് ലെസ് ദാൻ 25 crores. ഓക്കെ, ടേൺ ഓവർ എത്രയാണ് 50 കോടിയും ബോറോയിങ്സ് എത്രയാണ് 25 കോടി.
Okay. Then, other matters prescribed Rule 11. Rule 11 of the company's Audit and Auditors Rule 2014 specifies additional reporting requirements. അപ്പോൾ എന്താണ് ഈ റൂൾ 11 എന്താണ്? നമ്മൾ ഇത്രയും നേരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെ കാര്യങ്ങളാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിന് പുറമെ റൂൾ 11 കമ്പനീസ് ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് റൂൾ 2014 എന്താണ് കുറച്ചും കൂടി കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ കാണിക്കാനുള്ളത് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി ആയിട്ട്. സോ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അഡീഷണൽ മാറ്റേഴ്സ് പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ്? ഇൻക്ലൂഡ്സ് ഫസ്റ്റ് വൺ പെൻഡിങ് ലിറ്റിഗേഷൻ. വെദർ ദ ഇമ്പാക്ട് ഓഫ് പെൻഡിങ് ലിറ്റിഗേഷൻ ഹാസ് ബീൻ ഡിസ്ക്ലോസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്തെങ്കിലും ഒരു പെൻഡിങ് ലിറ്റിഗേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം? കൺഫേം ചെയ്യണം. എക്സാമ്പിൾ സ്റ്റേറ്റിംഗ് ദ പൊട്ടൻഷ്യൽ ഫിനാൻഷ്യൽ ഔട്ട്കംസ് ഓഫ് അൺറിസോൾവ്ഡ് കോർട്ട് കേസസ്. അപ്പോൾ എന്തെങ്കിലും അൺറിസോൾവ്ഡ് ആയിട്ടുള്ള കോർട്ട് കേസസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഔട്ട്കം എന്ത് ചെയ്യണം? നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതാണ്. സോ ഫസ്റ്റ് കാണുന്നതാണ് പെൻഡിങ് ലിറ്റിഗേഷനാണ്. ഈ സാധനം മൊത്തം എന്തിൽ വരുന്നതാണ്? റൂൾ 11 വരുന്നുണ്ട്. ഈ താഴെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ദെൻ പ്രൊവിഷൻ ഫോർ ലോസസ്. വെദർ പ്രൊവിഷൻ ഫോർ മെറ്റീരിയൽ ഫോസിയബിൾ ലോസസ് ഓൺ ലോങ് ടേം കോൺട്രാക്ട് ഇൻക്ലൂഡിങ് ഡെറിവേറ്റീവ്സ് ഹാവ് ബീൻ മെയ്ഡ്. അപ്പോൾ എന്താണ്? എന്തെങ്കിലും നമ്മളൊരു മെറ്റീരിയൽ ഫോസിയബിൾ ലോസസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൊവിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ലോങ് ടേം കോൺട്രാക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡെറിവേറ്റീവ് ഇൻക്ലൂഡിങ് ഡെറിവേറ്റീവ് അതിൻ്റെയൊക്കെ ഒരു പ്രൊവിഷൻ നമ്മളെന്താണ് അതൊക്കെ ഒരു ലോസ് വരാൻ ചാൻസ് ഉള്ള സിറ്റുവേഷൻസാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോസിയബിൾ ആയിട്ടുള്ള ലോസ് അതിൻ്റെ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം ആ ഒരു കമ്പനി. സോ അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്താണ്? കൺഫേം ചെയ്യണം. പ്രൊവിഷൻ ഫോർ അൺഎക്സ്പെക്റ്റഡ് ലോസ് ഓൺ ഫ്യൂച്ചർ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്. അപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിൻ്റെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ലോസ്, ആ എക്സ്പെക്ട് ചെയ്യുന്ന ലോസ് നമ്മൾ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കിയ സമയത്ത് നമുക്ക് മനസ്സിലായി ലോസ് വരാനുള്ള ചാൻസ് നമുക്ക് മനസ്സിലായി. സോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യണം ആ ലോസിന് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ അതാണ് റൂൾ 11 പറഞ്ഞ രണ്ടാമത്തെ കാര്യം. Then investor fund transfer. Whether there has been any delay in transferring amount to the investor education and protection fund. അപ്പോൾ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ എന്തെങ്കിലും ഡിലേ വരുന്നുണ്ടോ? ഈ കാര്യം കൂടി ഓഡിറ്റർ എന്ത് ചെയ്യണം? കൺഫേം ചെയ്യേണ്ട കാര്യമാണ്. എക്സാമ്പിൾ കൺഫേമിങ് ടൈംലി ട്രാൻസ്ഫർ ഓഫ് അൺക്ലെയിംഡ് ഡിവിഡൻസ്. ദെൻ ഫണ്ട് ട്രാൻസ്ഫർ ആൻഡ് ബെനിഫിഷ്യറീസ്. കൺഫേം മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേഷൻസ് ഓൺ ഫണ്ട് ട്രാൻസ്ഫർ. അപ്പോൾ നമ്മൾ എന്ത് കൺഫേം ചെയ്യണം? മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേഷൻ റിഗാർഡിംഗ് വാട്ട്? ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്താണ്? നമ്മൾ കൺഫേം ചെയ്യേണ്ട കാര്യമാണ്. നോ അൺഡിസ്ക്ലോസ്ഡ് ഫണ്ട് ട്രാൻസ്ഫർ. അപ്പോൾ എന്താണ്? അൺഡിസ്ക്ലോസ് ചെയ്യാതെ എന്തെങ്കിലും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ ഫസ്റ്റ് ചെക്ക് ചെയ്യണം. വെദർ ഫണ്ട് ഹാസ് ബീൻ അഡ്വാൻസ്ഡ് ഓർ ലോൺഡ് ഓർ ഇൻവെസ്റ്റഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അൾട്ടിമേറ്റ് ബെനിഫിഷ്യറീസ് വിത്തൗട്ട് പ്രോപ്പർ ഡിസ്ക്ലോഷർ. അപ്പോൾ എന്താണ്? ഒരു പ്രോപ്പർ ഡിസ്ക്ലോഷർ ഇല്ലാതെ, ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡിസ്ക്ലോഷർ ഇല്ലാതെ എന്താണ് ഏതെങ്കിലും ഒരു ഫണ്ട് നമ്മൾ കടം കൊടുത്തിട്ടുണ്ടോ, അഡ്വാൻസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കടം കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അതെന്താണ് അൾട്ടിമേറ്റ് ആയിട്ട് ആർക്കാണ് ബെനിഫിറ്റ് വരുന്നത്? ബെനിഫിഷ്യറീസ് എന്ന് വെച്ചാൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനാണ് അത് ബെനിഫിറ്റ് വരുന്നത്. സോ ഇങ്ങനെ എന്തെങ്കിലും കേസ് എന്താണ് പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്യേണ്ട കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം, കൺഫേം ചെയ്യണം. കൺഫേം ദാറ്റ് ദ ലോൺ ടു ഇൻ്റർമീഡിയറീസ് ആർ നോട്ട് റീഡയറക്റ്റഡ് ടു തേർഡ് പാർട്ടീസ് ബെനിഫിഷ്യറീസ് വിത്തൗട്ട് ഡിസ്ക്ലോഷർ. അപ്പോൾ ഡിസ്ക്ലോഷർ ഇല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും നമ്മളൊരു ലോൺ കൊടുക്കുകയോ അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ഉണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്താണ് കൺഫേം ചെയ്യേണ്ട കാര്യമാണ്. ദെൻ നോ അൺഡിസ്ക്ലോസ്ഡ് ഫണ്ട് റെസീറ്റ്. എന്തെങ്കിലും ഒരു ഫണ്ട് കിട്ടിയിട്ടുണ്ടോ, അതും അൺഡിസ്ക്ലോസ്ഡ്. അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞെന്തായിരുന്നു? ഇതെന്തെങ്കിലും ഫണ്ട് കൊടുത്തിട്ടുണ്ടോ എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താണ് ഫണ്ട് കിട്ടുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. Confirm whether the management has stated to the best of its knowledge and belief that no fund has been received from entities including foreign ones with the intention to lend, invest or guarantee for ultimate beneficiaries without proper disclosure. അപ്പോൾ ഒരു പ്രോപ്പർ ഡിസ്ക്ലോഷർ ഇല്ലാതെ മാനേജ്മെൻറ്റ് എന്ത് പറയണം? നമുക്ക് ഒരു ഫോറിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എൻറ്റിറ്റീസിൽ നിന്നോ ഒരു ഫണ്ടും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം എന്താണ് മാനേജ്മെൻറ്റ് ഒരു റെപ്രസെൻറ്റേഷൻ തരേണ്ട കാര്യമാണ്. 2 റെപ്രസെൻറ്റേഷനാണ് മാനേജ്മെൻറ്റ് തരേണ്ടത്. ഒന്ന് വെച്ചാൽ ഫണ്ട് കൊടുത്തിട്ടുണ്ടോ, എന്തിനൊക്കെ വേണ്ടിയിട്ട് ഫണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടോ, അഡ്വാൻസ് ചെയ്യാനോ ലോൺ ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ. രണ്ടാമത്തെ വെച്ചാൽ ഫണ്ട് കിട്ടിയിട്ടുണ്ടോ, ഒന്നുകിൽ എൻറ്റിറ്റീസിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഫോറിൻ ഫണ്ടിൻ്റെ അടുത്തുനിന്നോ ഫോറിൻ എൻറ്റിറ്റീസിൻ്റെ അടുത്തുനിന്നോ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പറയണം. അത് എന്താണ് ചെയ്യാലും കുഴപ്പമില്ല, കിട്ടിയാലും കൊടുക്കുന്നത് നമ്മൾ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ അതിനെന്ത് വേണം? പ്രോപ്പർ ഡിസ്ക്ലോഷർ വേണം. പ്രോപ്പർ ഡിസ്ക്ലോഷർ ഇല്ലാതെ ചെയ്തിട്ടുണ്ടോ, വാങ്ങിയിട്ടുണ്ടോ, കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രമാണ് അറിയേണ്ടതുള്ളൂ. വെരിഫൈയിങ് ഫണ്ടിങ് അഗ്രിമെൻറ്റ് ടു എൻഷുർ ട്രാൻസ്പെറൻസി.
Okay. Then material misstatement. The auditor must confirm based on reasonable audit procedures whether there are any material misstatement in the representation related to undisclosed fund transfer or ultimate beneficiary. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഈ ഒരു കേസുകളിൽ എന്ന് വെച്ചാൽ നമ്മൾ കടം കൊടുത്തതോ അല്ലെങ്കിൽ കടം വാങ്ങിയതോ ആയ കേസുകളിൽ എന്തെങ്കിലും അൺഡിസ്ക്ലോസ്ഡ് മാറ്റർ ഉണ്ടോ എന്നുള്ള ആ കാര്യം ഓഡിറ്റർ ഫസ്റ്റ് ചെക്ക് ചെയ്യണം. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും മെറ്റീരിയൽ ആയിട്ടുള്ള മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ള കാര്യമാണ് അടുത്തത് ഓഡിറ്റർ നോക്കേണ്ടത്. സോ ദ ഓഡിറ്റർ മസ്റ്റ് കൺഫേം ബേസ്ഡ് ഓൺ റീസണബിൾ ഓഡിറ്റ് പ്രൊസീജിയർ. അപ്പോൾ ഇതിന് പ്രകാരമായിട്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നടത്തിയിട്ട് ഓഡിറ്റർ എന്ത് ചെയ്യണം, വെദർ ദർ ആർ എനി മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്, അതിൽ എന്തെങ്കിലും മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ഇൻ ദ റെപ്രസെൻറ്റേഷൻ റിലേറ്റഡ് ടു ദ അൺഡിസ്ക്ലോസ്ഡ് ഫണ്ട് ട്രാൻസ്ഫർ ഓർ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറീസ്. ഓക്കെ. എക്സാമ്പിൾ എൻഷുറിങ് നോ ഡിസ്ക്രിപ്പൻസീസ് ആർ പ്രസൻറ്റ് ഇൻ ദ മാനേജ്മെൻറ്റ് ഡിക്ലറേഷൻ. അപ്പോൾ മാനേജ്മെൻറ്റാണ് എന്ത് തരേണ്ടത്, ഡിക്ലറേഷൻ തരേണ്ടത് ഈ ഒരു ഫണ്ട് കൊടുത്തതിൻ്റെയും വാങ്ങിയതിൻ്റെയും കേസിൽ. ഇതെന്താണ്, പ്രോപ്പർ ഡിസ്ക്ലോഷർ ഇല്ലാത്ത കേസുകളാണ്. അതാദ്യം മനസ്സിലാക്കണം. പ്രോപ്പർ ഡിസ്ക്ലോഷർ ഉണ്ടെങ്കിൽ ഓഡിറ്ററിന് തന്നെ എന്താണ് ആ ഒരു ട്രാൻസാക്ഷനെ കുറിച്ച് മനസ്സിലാവും. എന്നിട്ട് മാനേജ്മെൻറ്റിൽ നമ്മൾ റെപ്രസെൻറ്റേഷൻ വാങ്ങുകയാണ് ഇത് കൊടുത്തിട്ടുണ്ടോ വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ. സോ അങ്ങനെ ഒരു സാധനം വാങ്ങിയിട്ട് ആ ഒരു റെപ്രസെൻറ്റേഷനിൽ എന്തെങ്കിലും മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇവരുടെ റെപ്രസെൻറ്റേഷൻ തെറ്റാണോ എന്ന കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ഓക്കെ, അതും ഓഡിറ്ററിൻ്റെ എന്താണ് ഒരു ഡ്യൂട്ടിയാണ്, ഓഡിറ്റ് റിപ്പോർട്ടിൽ വരേണ്ടതാണ്. ആ മാറ്ററും കൂടി നമ്മൾ റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമാണ്. ദെൻ കംപ്ലയൻസ് വിത്ത് ഡിവിഡൻഡ് റൂൾസ്. അപ്പോൾ ഇനി അടുത്തത് വെച്ചാൽ ഡിവിഡൻഡ് റൂൾസ് കംപ്ലൈ ചെയ്യണം. അതാണ് വെരിഫൈ വെദർ ദ ഡിവിഡൻഡ് ഡിക്ലറേഷൻ ഓർ പേയ്മെൻറ്റ് കംപ്ലൈ വിത്ത് സെക്ഷൻ 123 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013. അപ്പോൾ കമ്പനീസ് ആക്ടിലെ 123 പ്രകാരമാണോ നമ്മൾ ഡിവിഡൻഡ് ഡിക്ലറേഷനും അതേമാതിരി തന്നെ പേയ്മെൻറ്റും നടത്തിയത് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. ഇനി അങ്ങനെയല്ലെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, അത് റിപ്പോർട്ട് ചെയ്യണം. എക്സാമ്പിൾ കൺഫേമിംഗ് പ്രോഫിറ്റ് ഓർ റിസർവ് സപ്പോർട്ട് ഡിവിഡൻഡ് പേയ്മെൻറ്റ്സ്. നെക്സ്റ്റ്, ഓഡിറ്റ് ട്രയൽ ഇൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. അപ്പോൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ നമ്മൾ എങ്ങനെയാണ് ഓഡിറ്റ് ട്രയൽ നടത്തുക? ഓക്കെ, സോ ഓഡിറ്റ് ട്രയൽ എന്താണ് ഒരു ഓഡിറ്റ് ട്രയൽ? നമ്മൾ ആദ്യം എൻ്റെ ഡെഫിനിഷൻ നോക്കാം. എന്താണ് ഓഡിറ്റ് ട്രയൽ എന്നുള്ള ഡെഫിനിഷൻ നോക്കാം, എങ്കിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓഡിറ്റ് ട്രയൽ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ, ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, ഇപ്പോൾ ടാലിയിൽ നമ്മൾ എന്താണ് ഒരു എൻട്രി ഇടുകയാണ്. എൻട്രി ഇടുന്ന സമയം മുതൽ അതെന്താണ് ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നത് വരെയുള്ള എല്ലാ ഒരു ട്രാൻസാക്ഷനും എന്താണ് അത് ട്രേസ് ചെയ്യുന്നത്. അതിനാണ് ഓഡിറ്റ് ട്രയൽ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഓഡിറ്റ് ട്രയൽ ഈസ് എ സീക്വൻഷ്യൽ റെക്കോർഡ് ദാറ്റ് ട്രാക്സ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അതെന്താ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനത് ട്രാക്ക് ചെയ്യും. ഓക്കെ, ഫ്രം ദെയർ സോഴ്സ് ഡോക്യുമെൻറ്റ് ടു ജനറൽ ലെഡ്ജർ. അപ്പോൾ അതിൻ്റെ സോഴ്സ് ഡോക്യുമെൻറ്റ് മുതൽ നമ്മൾ ഏത് സോഴ്സിൽ നിന്നാണോ ആ ഒരു ട്രാൻസാക്ഷൻ അടിക്കുന്നത് അത് മുതൽ എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ വൗച്ചർ നമ്പറും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമല്ലോ, അത് മുതൽ എന്താണ് അതിൻ്റെ ജനറൽ ലെഡ്ജർ, ഏത് ജനറൽ ലെഡ്ജറിലേക്കാണ് അത് പോകുന്നത് അതുവരെ എന്താണ് അത് ട്രാക്ക് ചെയ്യും. പ്രൊവൈഡിങ് എവിഡൻസ് ഫോർ വെരിഫിക്കേഷൻ. എന്താണ് വെരിഫിക്കേഷന് വേണ്ടിയുള്ള എവിഡൻസ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ ട്രേസിങ് ആൻ ഇൻവോയ്സ് ഫോർ എ പർച്ചേസ് ടു ഇറ്റ്സ് പേയ്മെൻറ്റ് എൻട്രി ഇൻ ദ ലെഡ്ജർ. അപ്പോൾ എന്താണ് ഒരു ഇൻവോയ്സ് നമ്മൾ എന്താണ് ട്രേസ് ചെയ്യുക, അത് പർച്ചേസ് മുതൽ അതിൻ്റെ പേയ്മെൻറ്റ് വരെ, പേയ്മെൻറ്റ് എൻട്രി വരെ. ഓക്കെ, ദെൻ ഫസ്റ്റ് സോഫ്റ്റ്വെയർ വിത്ത് നമ്മൾ ഓഡിറ്റർ എന്തൊക്കെയാണ് നോക്കേണ്ടത് ഈ ഒരു കേസിൽ, ഈ ഒരു ഓഡിറ്റ് ട്രയലിൻ്റെ കേസിൽ ഓഡിറ്റർ എന്താണ് വെരിഫൈ ചെയ്യേണ്ടത്, ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി എന്താണ്? സോഫ്റ്റ്വെയർ വിത്ത് ഓഡിറ്റ് ട്രയൽ ഫീച്ചർ. അപ്പോൾ എന്ത് ചെയ്യണം ഓഡിറ്റർ ഫസ്റ്റ് തന്നെ കൺഫേം വെദർ ദ കമ്പനി ഹാസ് യൂസ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ദാറ്റ് ഇൻക്ലൂഡ്സ് ഓഡിറ്റ് ട്രയൽ. അപ്പോൾ ഓഡിറ്റ് ട്രയൽ എന്ന് വെച്ചാൽ എഡിറ്റ് ലോഗുള്ള ഒരു സോഫ്റ്റ്വെയർ ആണോ കമ്പനി യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. ഫീച്ചേഴ്സ് ആൻഡ് ദാറ്റ് ഈസ് ഫീച്ചർ വാസ് ഓപ്പറേഷൻ ത്രൂ ഔട്ട് ദ ഇയർ. അതേമാതിരി തന്നെ ആ ഒരു ഫീച്ചർ അവരത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അത് അവർ യൂസ് ചെയ്യുന്നുണ്ട് മനസ്സിലായി. അതേമാതിരി തന്നെ ആ ഒരു ഫീച്ചർ എന്താണ് ത്രൂ ഔട്ട് ദ ഇയറും അവർ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. അത് ഓഡിറ്ററിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. ദെൻ ഓഡിറ്റ് ട്രയൽ റിക്വയർമെൻറ്റ്സ്. എൻഷുർ ദാറ്റ് ദ ഓഡിറ്റ് ട്രയൽ ഹാസ് നോട്ട് ബീൻ ടാമ്പേർഡ് വിത്ത് ആൻഡ് ഇസ് പ്രിസേർവ്ഡ് പെർ സ്റ്റാറ്റ്യൂട്ടറി റിട്ടൻഷൻ റൂൾ. അപ്പോൾ എന്താണ് ഇത് ടാമ്പർ ചെയ്യില്ല എന്ന് വെച്ചാൽ ആരും ഒരു അൺഓതറൈസ്ഡ് ആയിട്ട് ആരും ആക്സസ് ചെയ്തിട്ട് ഇത് മോഡിഫിക്കേഷൻ ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം. അതേമാതിരി തന്നെ സ്റ്റാറ്റ്യൂട്ടറി റിട്ടൻഷൻ റൂൾ പ്രകാരം ഇത് പ്രിസർവും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡാറ്റാസ്, ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ട്രേസസ് പ്രിസർവും ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരും ഇതിൻ്റെ കയറിയിട്ട് ഒരു മോഡിഫിക്കേഷൻ നടത്തിയിട്ടില്ല എന്നും അതേമാതിരി തന്നെ ആരും ഈ ഒരു ട്രാൻസാക്ഷൻ എന്താണ് ഒഴിവാക്കി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓഡിറ്റർ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. വെരിഫൈങ് ദാറ്റ് ഓൾ ചേഞ്ചസ് ടു ദ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആർ ലോഗ്ഡ് ആൻഡ് സ്റ്റോർഡ് സെക്യൂർലി. അപ്പോൾ എല്ലാ ചേഞ്ചസും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ നടന്നിട്ടുള്ള ഫിനാൻഷ്യൽ റെക്കോർഡ്സിൽ നടന്നിട്ടുള്ള എല്ലാ ചേഞ്ചസും എന്താണ് അത് പ്രോപ്പറായിട്ട് ലോഗും അതേമാതിരി തന്നെ സ്റ്റോറും ചെയ്തിട്ടുള്ള കാര്യം ഓഡിറ്റർ എന്താണ് എൻഷുർ ചെയ്യണം. സോ ഇതാണ് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി റിഗാർഡിംഗ് ഓഡിറ്റ് ട്രയൽ ഇൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. സോ ഇതൊക്കെ നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ദെൻ ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ റിപ്പോർട്ടിംഗ്. അപ്പോൾ ഇനി അടുത്ത് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡയറക്ടറിൻ്റെ റെമ്യൂണറേഷനെ കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്.
കംപ്ലയൻസ് വിത്ത് സെക്ഷൻ 197 സബ്സെക്ഷൻ 16. അപ്പോൾ എന്താണ് സെക്ഷൻ 197 സബ്സെക്ഷൻ 16 പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലൈൻ ചെയ്യുന്നുണ്ടോ നോക്കണം, ഈ സെക്ഷൻ കംപ്ലൈ ചെയ്യുന്നുണ്ടോ നോക്കണം. അപ്പോൾ എന്തായാലും പറഞ്ഞു വെച്ചാൽ ദ ഓഡിറ്റർ മസ്റ്റ് റിപ്പോർട്ട് വെദർ remuneration paid to a director complies with the limits and provisions of section 197. അപ്പോൾ 197ൻ്റെ ലിമിറ്റും അതേമാതിരി തന്നെ അതിൻ്റെ പ്രൊവിഷൻ്റെയും ബേസിലാണോ ഡയറക്ടേഴ്സിന് റെമ്യൂണറേഷൻ കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. അത് റിപ്പോർട്ടും ചെയ്യണം, കൺഫേം ചെയ്തിട്ട് റിപ്പോർട്ടും ചെയ്യണം. എക്സാമ്പിൾ, എൻഷുറിംഗ് ഡയറക്ടർ സാലറി അലൈൻ വിത്ത് ദ പ്രിസ്ക്രൈബ്ഡ് ക്യാപ്സ് ഇൻ ദ കമ്പനീസ് ആക്ട്. ദെൻ പബ്ലിക് കമ്പനി റിപ്പോർട്ടിംഗ്. ആസ് പെർ ICA advisory, the auditor of public company must include the remuneration compliance statement in the report on other legal and regulatory requirements section of their report. അപ്പോൾ ICA advisory 2019 വന്നിട്ടുള്ള ICA advisory പ്രകാരം 9/9/2019 വന്നിട്ടുള്ള ICA advisory പ്രകാരം ഓഡിറ്റർ എന്ത് ചെയ്യണം, ഒരു പബ്ലിക് കമ്പനീൻ്റെ ഓഡിറ്റർ ആണെങ്കിൽ അയാൾ ഒരു റെമ്യൂണറേഷൻ കംപ്ലയൻസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. എവിടെ? റിപ്പോർട്ട് ഓൺ അതർ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ് എന്ന് പറയുന്ന ഒരു നമ്മളുടെ ഓഡിറ്റ് റിപ്പോർട്ടിലെ ഒരു സെക്ഷനിൽ എന്ത് ചെയ്യണം, ഓഡിറ്റർ എന്ത് ചെയ്യണം, റെമ്യൂണറേഷൻ കംപ്ലയൻസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളൊരു ഡാറ്റ നമ്മൾ ഈ ഒരു സെക്ഷൻ 197 പ്രകാരം കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഇൻഫർമേഷൻ നമ്മളുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കൊടുക്കണം. ഓക്കെ, സോ റെമ്യൂണറേഷൻ കംപ്ലയൻസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള കാര്യം റിപ്പോർട്ട് ഓൺ അതർ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ് സെക്ഷനിൽ ഓഡിറ്റ് റിപ്പോർട്ടുള്ള സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓഡിറ്റർ കൊടുക്കണം. എപ്പോൾ ഓഡിറ്റർ ഒരു പബ്ലിക് കമ്പനീൻ്റെ ഓഡിറ്റർ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതാണ് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി റിലേറ്റിംഗ് ടു വാട്ട്, ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത് ഓഡിറ്റ് റിപ്പോർട്ട് റിലേറ്റഡ് ആയിട്ട്. അതിൽ ഡിവിഡൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ മാനേജ്മെൻറ്റ് ഡയറക്ടറിൻ്റെ റെമ്യൂണറേഷൻ്റെ കാര്യം പറഞ്ഞു, ഓഡിറ്റ് ട്രയലിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ പിന്നെ റൂൾ 11 കമ്പനീസ് ആക്ട് 2014 റൂൾ പ്രകാരം റൂൾ ലെവലിൽ പറഞ്ഞ കേസുകൾ പറഞ്ഞു, പെൻഡിങ് ലിറ്റിഗേഷൻ അങ്ങനെ കേസുകൾ നമ്മൾ പറഞ്ഞു. സോ ഇതൊക്കെയാണ് ഓഡിറ്റിംഗ് ഡ്യൂട്ടീസ് റിലേറ്റിംഗ് ടു ഓഡിറ്റ് റിപ്പോർട്ട്. ഇനി നെക്സ്റ്റ് ഓഡിറ്റിംഗ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഡ്യൂട്ടി റിഗാർഡിംഗ് റിപ്പോർട്ട് ഓൺ ഫ്രോഡ് സംബന്ധമായുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കുക ഓഡിറ്റർ. അതാണ് ഓഡിറ്ററിൻ്റെ നെക്സ്റ്റ് ഡ്യൂട്ടി. ഓക്കെ, സോ ഡ്യൂട്ടി ടു റിപ്പോർട്ട് ഓൺ ഫ്രോഡ്. അപ്പോൾ നമ്മൾ 3 ആൾക്കാർക്കാണ് ഈ ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ഫ്രോഡ് സംബന്ധമായുള്ള റിപ്പോർട്ട് നമ്മൾ 3 ആൾക്കാർക്ക് കൊടുക്കണം. ഒന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ്, രണ്ടാമത്തെ വെച്ചാൽ ഓഡിറ്റ് കമ്മിറ്റി ഓർ ബോർഡ്, മൂന്നാമത്തെ വെച്ചാൽ എന്താണ് ഡിസ്ക്ലോഷേഴ്സ് ഇൻ ദ ബോർഡ് റിപ്പോർട്ടിലും ഈ ഒരു ഡിസ്ക്ലോഷർ കൊടുക്കണം ഈ ഒരു ഫ്രോഡിനെ കുറിച്ചിട്ട്. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യേണ്ട 2 ആൾക്കാർക്കാണ്, ഒന്ന് സെൻട്രൽ ഗവൺമെൻറ്റിനും പിന്നെ ഓഡിറ്റ് കമ്മിറ്റിക്കും. പിന്നെ ഇത് പ്രകാരം എന്താണ്, അല്ലെങ്കിൽ ബോർഡിന് ഇത് പ്രകാരം ബോർഡ് എന്ത് ചെയ്യണം, അവരുടെ റിപ്പോർട്ടിൽ ഇത് ഡിസ്ക്ലോസും ചെയ്യണം. സോ reporting to the central government. Criteria: if an auditor believes that a fraud involving rupees 1 crore or more, അപ്പോൾ 1 കോടിക്കോ അതിന് മുകളിലുള്ളൊരു ഫ്രോഡ് ആണെങ്കിൽ is committed by the company's officer or employees. അപ്പോൾ കമ്പനീൻ്റെ ഓഫീസേഴ്സോ അല്ലെങ്കിൽ എംപ്ലോയീസോ എന്താണ് 1 കോടിയോ അതിന് മുകളിലുള്ളൊരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ they must report the matter to the central government. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഈ ഒരു മാറ്റർ സെൻട്രൽ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് ചെയ്യണം. ആസ് പെർ സെക്ഷൻ 143 സബ്സെക്ഷൻ 12 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ആൻഡ് റൂൾ 13 ഓഫ് ദ കമ്പനീസ് ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് റൂൾ 2014. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻ? ഒരു സെൻട്രൽ ഗവൺമെൻറ്റിന് ഫ്രോഡ് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ 2 കണ്ടീഷനാണുള്ളത്. ഒന്ന് വെച്ചാൽ ആ ഒരു ഫ്രോഡിൻ്റെ എമൗണ്ട് എന്താണ്, 1 കോടിയോ അല്ലെങ്കിൽ അതിന് മുകളിലോ ആയിരിക്കണം. പിന്നെ ആരാണ് ചെയ്യേണ്ടത്, കമ്പനീൻ്റെ ഓഫീസേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ്. ഇവരാണ് ഈ ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, സെക്ഷൻ 143 സബ്സെക്ഷൻ 12 പ്രകാരം അതേമാതിരി തന്നെ കമ്പനീസ് റൂൾ 2014 റൂൾ 13 പ്രകാരം ഓഡിറ്റർ എന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി സ്റ്റെപ്സ് ടു റിപ്പോർട്ട് ഫ്രോഡ്. അപ്പോൾ ഈ ഒരു ഫ്രോഡ് റിപ്പോർട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് ഈ ഒരു ഫ്രോഡ് റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. ഇനി ആ ഒരു ഫ്രോഡ് റിപ്പോർട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സോ റിപ്പോർട്ട് ബോർഡ് ഓർ ഓഡിറ്റ് കമ്പനി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, ബോർഡിനോ അല്ലെങ്കിൽ ഓഡിറ്റ് കമ്പനിക്കോ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. വിത്തിൻ 2 days ഓഫ് ഡിസ്കവറിങ് ദ ഫ്രോഡ്. അപ്പോൾ ഫ്രോഡ് മനസ്സിലാക്കിയിട്ട് 2 ദിവസത്തിനുള്ളിൽ ദ ഓഡിറ്റർ മസ്റ്റ് റിപ്പോർട്ട് ദ മാറ്റർ ടു ദ ബോർഡ് ഓർ ഓഡിറ്റ് കമ്മിറ്റി സീക്കിംഗ് ദെയർ റിപ്ലൈ ഓർ ഒബ്സർവേഷൻ വിത്തിൻ 45 days. അപ്പോൾ എന്താണ്, ഒരു ഫ്രോഡ് നടന്ന്
ഒരു ഫ്രോഡ് നടന്നിട്ട് നമ്മളെന്ത് കണ്ടുപിടിച്ചു, ഒരു ഫ്രോഡ് നമ്മൾ ഈ ഒരു ദിവസം കണ്ടുപിടിച്ചു. ഈ ഒരു ദിവസം കണ്ടുപിടിച്ചിട്ട് നമ്മളെന്താണ്, നമ്മൾ 2 ദിവസത്തിനുള്ളിൽ വിത്തിൻ 2 days ഈ ഒരു പീരീഡിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പീരീഡിനുള്ളിൽ നമ്മൾ ആർക്കാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ബോർഡിനോ അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആർക്കൊക്കെയാണ്, ഒന്നുകിൽ ബോർഡിനോ അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിക്കോ. സോ വിത്തിൻ ഡിസ്കവറിങ് ഫ്രോഡ്, വിത്തിൻ 2 days ഓഫ് ഡിസ്കവറിങ് ഫ്രോഡ് നമ്മൾ ബോർഡിനോ ഓഡിറ്റ് കമ്മിറ്റിക്കോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. എത്ര ദിവസം വരെ? നമ്മൾ പിന്നെ 45 ദിവസം വരെ വെയിറ്റ് ചെയ്യണം. 45 ദിവസം വരെ വേണമെന്ന് വെയിറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ഇവരുടെ റിപ്ലൈ, ബോർഡിൻ്റെയോ അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റീൻ്റെയോ റിപ്ലൈ കിട്ടാൻ വേണ്ടി നമ്മൾ 45 ദിവസം വെയിറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. സീക്കിംഗ് ദർ റിപ്ലൈ ഓർ ഒബ്സർവേഷൻ വിത്തിൻ 45 days. എക്സാമ്പിൾ, ഇഫ് ഫ്രോഡ് ഈസ് വർത്ത് 1.5 crore ഈസ് ഡിസ്കവേർഡ്, നോട്ടിഫൈ ദ ഓഡിറ്റ് കമ്മിറ്റി വിത്തിൻ 2 days. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? നോട്ടിഫൈ ചെയ്യണം. നെക്സ്റ്റ്, ഫോർവേഡ് ടു സെൻട്രൽ ഗവൺമെൻറ്. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ഫോർവേഡാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ഫോർവേഡ് ചെയ്യല്ല, ഫസ്റ്റ് നമ്മൾ ഓഡിറ്റ് കമ്മിറ്റിക്കോ ബോർഡിനോ നമ്മൾ ഫോർവേഡ് ചെയ്യും വിത്തിൻ 2 days. ദെൻ ആഫ്റ്റർ റിസീവിങ് ദ റിപ്ലൈ ഓർ ഒബ്സർവേഷൻ, അപ്പോൾ നമുക്ക് ഈ ഒരു ദിവസം റിപ്ലൈ കിട്ടി, ഒരു 39 ദിവസം റിപ്ലൈ കിട്ടി. ആഫ്റ്റർ റിസീവിങ് ദ റിപ്ലൈ ഓർ ഒബ്സർവേഷൻ ഫ്രം ദ ബോർഡ് ഓർ ഓഡിറ്റ് കമ്മിറ്റി, ദ ഓഡിറ്റർ മസ്റ്റ് സെൻഡ് എ റിപ്പോർട്ട് ഇൻക്ലൂഡിങ് ദെയർ കമൻറ്റ്. എന്ന് വെച്ചാൽ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഒരു റിപ്പോർട്ട് സെൻഡ് ചെയ്യണം. ആരുടെ എന്തും കൂടി ചേർത്തിട്ട് ഇവരുടെ ഈ റിപ്ലൈയോ അല്ലെങ്കിൽ ഒബ്സർവേഷനോ എന്ന് വെച്ചാൽ അതാണ് ഈ കമൻറ്റ് ഉദ്ദേശിച്ചത്, ഇൻക്ലൂഡിങ് ദെയർ കമൻറ്റ്. ആർക്ക്? ടു ദ സെൻട്രൽ ഗവൺമെൻറ് വിത്തിൻ 15 days. അപ്പോൾ നമുക്ക് 39 ദിവസം എന്ത് കിട്ടി? നമുക്ക് ഈ ഒരു റിപ്ലൈയും ഒബ്സർവേഷനും കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ദിവസം, ഈ ഒരു പീരീഡ് നമ്മൾ എന്ത് ചെയ്യും? ഒരു 15 ദിവസം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യും. ഈ ഒരു ദിവസത്തിന് ശേഷം 15 ദിവസം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? 15 ദിവസം വെയിറ്റ് ചെയ്യില്ല, 15 ദിവസത്തിനുള്ളിൽ ഈ 39ാമത്തെ ദിവസം നമുക്ക് കിട്ടിയെന്ന് വെക്കുക. 45 ദിവസമാണ് മാക്സിമം കണക്ക്, 39ന് കിട്ടിയെന്ന് വെക്കുക. 39ന് കിട്ടിയിട്ട് അതിന് ശേഷം 15 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം. സെൻഡ് എ റിപ്പോർട്ട് ഇൻക്ലൂഡിങ് വാട്ട്? ഇൻക്ലൂഡിങ് ദ റിപ്ലൈ ഓർ ഒബ്സർവേഷൻ റിസീവ്ഡ് ഫ്രം ബോർഡ് ഓർ ഓഡിറ്റ് കമ്മിറ്റി. അപ്പോൾ ഓഡിറ്റ് കമ്മിറ്റി അടുത്ത് കിട്ടിയുള്ള ഈ റിപ്ലൈയോ അല്ലെങ്കിൽ ഒബ്സർവേഷനും കൂടി നമ്മളുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ നമ്മൾ മെൻഷൻ ചെയ്യണം റിഗാർഡിങ് ദ ഫ്രോഡ്. സോ 15 ദിവസമാണ് അതിന് ശേഷം. ദെൻ നോ റിപ്ലൈ ഫ്രം ബോർഡ്. അപ്പോൾ ബോർഡിൻ്റെ അടുത്ത് നമുക്ക് റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല. ഫെയിൽ ടു റെസ്പോണ്ട് വിത്തിൻ 45 days. അപ്പോൾ എന്താണ്, ഇവർ ഈ ഒരു 35 ദിവസത്തിനുള്ളിൽ നമുക്ക് തന്നില്ല. ഈ 45 days നമ്മൾ വെയിറ്റ് ചെയ്തു, 45 days നമ്മൾ വെയിറ്റ് ചെയ്തു, പക്ഷേ അവരെന്ത് ചെയ്തില്ല? അവർ ഒരു റിപ്ലൈയും തന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ദ ഓഡിറ്റർ മസ്റ്റ് ഫോർവേഡ് ദെയർ ഇനീഷ്യൽ റിപ്പോർട്ട്. അപ്പോൾ ഈ 2 ദിവസത്തിൽ ഓഡിറ്റർ കൊടുത്തൊരു റിപ്പോർട്ട് ഉണ്ടല്ലോ, ആർക്ക്? ബോർഡിനും ഓഡിറ്റ് കമ്മിറ്റിക്കും. അത് എന്ത് ചെയ്യണം? ഓഡിറ്റർ നേരെ ആർക്ക് ഫോർവേഡ് ചെയ്യണം? സെൻട്രൽ ഗവൺമെൻറ്റിന് ഫോർവേഡ് ചെയ്യണം, അലോങ് വിത്ത് എ നോട്ട് അബൌട്ട് ദ ലാക്ക് ഓഫ് റെസ്പോൺസ്. അതിൻ്റെ കൂടെ നമ്മൾ എന്തുകൂടി മെൻഷൻ ചെയ്യണം? ബോർഡ് അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി നമുക്ക് റെസ്പോൺസ് തന്നില്ല എന്നുള്ള കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഡേയ്സുകൾ മനസ്സിലായല്ലോ. നമ്മളൊരു 1.5 കോടിൻ്റെ ഒരു ഫ്രോഡ് കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ചിട്ട് 2 ദിവസത്തിനുള്ളിൽ നമ്മൾ ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ബോർഡ് അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താണ്? പിന്നെ നമുക്ക് റെസ്റ്റിംഗ് ടൈമാണ്. ആർക്ക്? ഓഡിറ്ററിന്. ഓഡിറ്റർ എന്ത് ചെയ്യുക? 45 ദിവസം പിന്നെ റെസ്റ്റ് ചെയ്യുക. 45 ദിവസം ഓഡിറ്റർ റെസ്റ്റ് ചെയ്യാൻ ടൈമുണ്ട്. പക്ഷേ 45 ദിവസത്തിന് മുമ്പ് എന്താണ്? ഒരു 39ാമത്തെ ദിവസമോ അല്ലെങ്കിൽ 30ാമത്തെ ദിവസമോ എന്താണ്? ബോർഡ് അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി അതിൻ്റെ റിപ്ലൈ നമുക്ക് തന്നു. റിപ്ലൈ തരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ റിപ്ലൈ കിട്ടിയിട്ട് 15 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിന് നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം, അലോങ് വിത്ത് ദാറ്റ് റിപ്ലൈ ഓർ കമൻറ്റ് റിസീവ്ഡ് ഫ്രം ബോർഡ് ഓർ ഓഡിറ്റ് കമ്മിറ്റി. ഇനി അങ്ങനെയല്ല, ഇവരെന്ത് തന്നില്ല? ഇവർ നമുക്ക് റിപ്ലൈ തന്നില്ല. നമ്മൾ 40 ദിവസം വെയിറ്റ് ചെയ്ത് ഒരു ഗുണം ഉണ്ടായില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് ഇനീഷ്യലി കൊടുത്ത ആ റിപ്പോർട്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ് നമ്മൾ ഫോർവേഡ് ചെയ്യണം, അലോങ് വിത്ത് എ നോട്ട് ദാറ്റ് നോ റെസ്പോൺസ് ഇസ് റിസീവ്ഡ് ഫ്രം ബോർഡ് ഓർ ഓഡിറ്റ് കമ്മിറ്റി. ഓക്കെ, ദെൻ സബ്മിഷൻ ഡീറ്റെയിൽസ്. എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? ദ റിപ്പോർട്ട് മസ്റ്റ് ബി സെൻഡ് ഇൻ എ സീൽഡ് കവർ ടു എ സെക്രട്ടറി, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. അപ്പോൾ എന്താണ്? നമ്മളൊരു സീൽ ചെയ്തുള്ള കവറിൽ വേണം അയക്കാൻ വേണ്ടിയിട്ട്. സെക്രട്ടറിക്കാണ് അയക്കേണ്ടത്. ആർക്ക്? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ. ത്രൂ എ രജിസ്റ്റേർഡ് പോസ്റ്റ്, ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്പീഡ് പോസ്റ്റിനാണ് അയക്കുകയാണ്. ഫോളോഡ് ബൈ എൻ ഇമെയിൽ കൺഫർമേഷൻ.
നമ്മളൊരു ഇമെയിലും അയക്കണം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ഒരു സീൽഡ് കവറിൽ സെക്രട്ടറിക്ക് അയക്കും, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിലെ സെക്രട്ടറിക്ക് അയക്കും, ത്രൂ രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ സീൽഡ് പോസ്റ്റ്. അതിന് പുറമേ ആയിട്ട് നമ്മൾ എന്തും കൂടി ചെയ്യണം, നമ്മൾ ഇമെയിൽ കൺഫർമേഷനും കൂടി നമ്മൾ ഫോർവേഡ് ചെയ്യണം. ഓക്കെ, എക്സാമ്പിൾ യൂസ് ഫോം ADT4. നമ്മൾ എന്താ ഏതിലാണ് അയക്കേണ്ടത്? ADT4ലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ADT4 എന്നുള്ള ഫോർമാറ്റിലാണ് നമ്മൾ ആ റിപ്പോർട്ട് അയക്കേണ്ടത്. നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മൾ മാനേജ്മെൻറ്റ് അടുത്തുനിന്നോ അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിൻ്റെ അടുത്തുനിന്നോ നമുക്കൊരു ഒബ്സർവേഷനോ റിപ്ലൈ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ദിവസം കഴിഞ്ഞിട്ട് 15 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുക്കണം. ആ റിപ്പോർട്ട് ADT4 ഫോർമാറ്റിലാണ് നമ്മൾ അയക്കേണ്ടത്. യൂസ് ഫോം ADT ഫോം ആൻഡ് ഇൻക്ലൂഡ് ഓൾ റിക്വയർഡ് കോൺടാക്ട് ഡീറ്റെയിൽസ്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെൻട്രൽ ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, റിപ്പോർട്ടിംഗ് ടു ദ ഓഡിറ്റ് കമ്മിറ്റി ഓർ ബോർഡ്. ഓഡിറ്റ് കമ്മിറ്റിക്കോ ബോർഡിനോ മാത്രം നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫ്രോഡിനെ കുറിച്ച് പറയേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 1 കോടിക്ക് മുകളിലാണെങ്കിലാണ് സെൻട്രൽ ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി 1 കോടിക്ക് താഴെയാണെങ്കിലോ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്യേണ്ട, നമ്മൾ ജസ്റ്റ് ബോർഡിനോ അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിക്കോ റിപ്പോർട്ട് ചെയ്താൽ മതി. ക്രൈറ്റീരിയ, ഇതിൻ്റെ ക്രൈറ്റീരിയ എപ്പോഴാണ് വരുന്നത് വെച്ചാൽ, ഫോർ ഫ്രോഡ് ഇൻവോൾവിങ് ലെസ് ദാൻ 1 crore, ഫ്രോഡിൻ്റെ എമൗണ്ട് എത്രയാണ്, 1 കോടിക്ക് താഴെയാണ്. ദ ഓഡിറ്റർ മസ്റ്റ് റിപ്പോർട്ട് ദ മാറ്റർ ടു ദ ഓഡിറ്റ് കമ്മിറ്റി ഓർ ബോർഡ് ഇഫ് നോ കമ്മിറ്റി എക്സിസ്റ്റ്. അപ്പോൾ കമ്മിറ്റി ഇല്ലെങ്കിൽ, ഓഡിറ്റ് കമ്മിറ്റി ഇല്ലെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്താൽ മതി, ബോർഡിന് അയച്ചാൽ മതി, വിത്തിൻ 2 days ഓഫ് ഡിസ്കവറിങ് ദ ഫ്രോഡ്. അപ്പോൾ ആ ഡേ മാറുന്നില്ല. നമ്മൾ ആ ഫ്രോഡ് കണ്ടുപിടിച്ചിട്ട് 2 ദിവസത്തിനുള്ളിൽ എന്തായാലും 1 crore ആയാലും 1 crore മുകളിലായാലും അല്ലെങ്കിൽ താഴെ ആയാലും 2 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്തായാലും ആർക്ക് നമ്മൾ ഇൻഫോം ചെയ്യണം, നമ്മൾ ബോർഡിനോ അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിക്കോ നമ്മൾ ഇൻഫോം ചെയ്യണം. ഏത് കേസാണെങ്കിലും അതിൽ യാതൊരു മാറ്റം വരുന്നില്ല. ഫ്രോഡാണോ നമ്മൾ കണ്ടുപിടിച്ചോ 2 ദിവസത്തിനുള്ളിൽ നമ്മൾ ആർക്ക് കൊടുക്കണം, ഓഡിറ്റ് കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ബോർഡിനോ നമ്മൾ ഇൻഫോം ചെയ്യണം. അതിൽ യാതൊരു മാറ്റമില്ല. അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് മാറ്റം വരുന്നത്. ദെൻ റിക്വയർഡ് ഡീറ്റെയിൽസ്, നേച്ചർ ഓഫ് ഫ്രോഡ്, പ്രൊവൈഡ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഫ്രോഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു റിപ്പോർട്ടിൽ ഇവർക്ക് കൊടുക്കുന്ന ഈ റിപ്പോർട്ടിൽ നമ്മൾ ആ ഫ്രോഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഹൈലൈറ്റ് ഇഫ് ആൻ എംപ്ലോയി മിസ്അപ്രോപ്രിയേഷൻ പെറ്റി ക്യാഷ് ഫണ്ട്. അപ്പോൾ എന്ത് രീതിയിലുള്ള ഫ്രോഡാണോ എന്നുള്ള കാര്യം നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. ദെൻ അപ്രോക്സിമേറ്റ് എമൗണ്ട് ഇൻവോൾവ്. അപ്പോൾ എത്ര എമൗണ്ട് ഫ്രോഡാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. സ്പെസിഫൈ ദ വാല്യൂ ഓഫ് ഫ്രോഡ്. എക്സാമ്പിൾ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് 50 lakhs ഇൻ ഓപ്പറേഷണൽ ഫണ്ട്. ദെൻ പാർട്ടീസ് ഇൻവോൾവ്, ഏതൊക്കെ ആൾക്കാരാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പറയണം. പാർട്ടീസ് ഇൻവോൾവ്, ഐഡൻറ്റിഫൈ ദ ഇൻഡിവിജ്വൽസ് ഓർ എൻറ്റിറ്റീസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫ്രോഡ്. എക്സാമ്പിൾ സ്പെസിഫൈ ദ നെയിം ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ എംപ്ലോയി ഇൻവോൾവ്. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഒന്ന് വെച്ചാൽ നേച്ചർ ഓഫ് ഫ്രോഡ്, എന്താണ്, ഏത് ഫ്രോഡാണ്, എന്ത് രീതിയിലുള്ള ഫ്രോഡാണ് എന്ന് വെച്ചാൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് ബൈ എംപ്ലോയി, അല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും രീതിയാണോ എന്ന് വെച്ചാൽ മാനിപ്പുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആണോ എന്നുള്ള കാര്യം പറയണം. ദെൻ നമ്മൾ 2 രീതിയിലുള്ള ഫ്രോഡ് നമുക്കറിയാമല്ലോ, ഒന്ന് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റും പിന്നെ എന്താണ് ഫ്രോഡുലൻറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങും നമുക്കറിയാം. സോ ഇതിൽ ഏത് രീതിയിലുള്ള ഒരു ഫ്രോഡാണെന്നുള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്യണം. അതിനുശേഷം എത്ര എമൗണ്ട് ഉള്ള ആ ഒരു ഫ്രോഡ് എത്ര എമൗണ്ടാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യം എന്താണ് ഓഡിറ്റർ മെൻഷൻ ചെയ്യണം. ദെൻ ഏതൊക്കെ ആൾക്കാരാണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓഡിറ്റർ എന്താണ് ഇത് മെൻഷൻ ചെയ്യണം ഈ ഒരു ബോർഡിനോ അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിക്കോ കൊടുക്കുന്ന റിപ്പോർട്ടിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവർക്ക് ആ റിപ്പോർട്ട് കൊടുത്തു. ഇനി നെക്സ്റ്റ് അവരുടെ ഡ്യൂട്ടിയാണ് ഡിസ്ക്ലോഷേഴ്സ് ഇൻ ദ ബോർഡ് റിപ്പോർട്ട്. അണ്ടർ സെക്ഷൻ 143 subsection 12 of the Companies Act 2013, company must disclose in the board report details of the fraud reported to the audit committee or board but not to the central government. അപ്പോൾ എന്താണ്, ഓഡിറ്റ് കമ്മിറ്റിക്കോ ബോർഡിനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫ്രോഡ് എന്ത് ചെയ്യണം, അവർ സെക്ഷൻ 143 subsection 12 പ്രകാരം അവർ ഡിസ്ക്ലോസ് ചെയ്യണം. എവിടെ, ബോർഡ് റിപ്പോർട്ടിൽ ഡിസ്ക്ലോസ് ചെയ്യണം. പക്ഷേ ഓഡിറ്റ് കമ്മിറ്റിക്ക് സെൻട്രൽ ഗവൺമെൻറ്റിന് നമ്മൾ റിപ്പോർട്ട് ചെയ്തൊരു ഫ്രോഡാണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഡീറ്റെയിൽസ് ടു ബി ഡിസ്ക്ലോസ്, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? ആസ് പെർ റൂൾ 13 subsection 4 ഓഫ് ദ കമ്പനീസ് ഓഡിറ്റ് റൂൾ ആൻഡ് കമ്പനി ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് റൂൾ 2014, ഫോളോയിങ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ഈച്ച് റിപ്പോർട്ടഡ് ഫ്രോഡ്. അപ്പോൾ എന്താണ്, താഴെ പറയുന്ന കാര്യങ്ങൾ റൂൾ 13(4) പ്രകാരം, ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് റൂൾ 13(4) പ്രകാരം താഴെ പറയുന്ന കാര്യങ്ങൾ മൊത്തം എന്ത് ചെയ്യണം, ഈ ഒരു ബോർഡ് റിപ്പോർട്ടിൽ ഇവർ മെൻഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഓഡിറ്റർ കൊടുത്ത കാര്യങ്ങൾ തന്നെ ഫസ്റ്റ് നേച്ചർ ഓഫ് ദ ഫ്രോഡ് വിത്ത് ഡിസ്ക്രിപ്ഷൻ. ഓഡിറ്റർ ഇവർക്ക് എന്താണോ കാര്യം കൊടുത്തിട്ടുള്ളത്, നമ്മൾ പറഞ്ഞു നേരത്തെ കുറച്ച് മുമ്പ് പറഞ്ഞു, ഓഡിറ്റർ എന്തൊക്കെയാണോ കാര്യം കൊടുക്കുക, ഒന്ന് നേച്ചർ ഓഫ് ദ ഫ്രോഡ് കൊടുക്കും, ദെൻ അപ്രോക്സിമേറ്റ് എമൗണ്ട് കൊടുക്കും, ദെൻ പാർട്ടി ഇൻവോൾവ്. അത് 3 കാര്യങ്ങളും ഓഡിറ്റർ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണ്. അതേ ഡീറ്റെയിൽസ് തന്നെ എന്ത് ചെയ്യും, ഈ ബോർഡ് അവരുടെ റിപ്പോർട്ടിൽ ഇത് കൊടുക്കും. സോ ഫസ്റ്റ് നേച്ചർ ഓഫ് ഫ്രോഡ് വിത്ത് ഡിസ്ക്രിപ്ഷൻ. എക്സാമ്പിൾ അൺഓതറൈസ്ഡ് ആക്സസ് ടു ദ കോൺഫിഡൻഷ്യൽ ഡാറ്റ. ദെൻ എന്താണ്, അപ്രോക്സിമേറ്റ് എമൗണ്ട് ഇൻവോൾവ്. അപ്പോൾ എത്ര എമൗണ്ട് ആണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആ കാര്യം കൊടുക്കും.
fraudulent transaction worth 25 lakh, then parties involved in if remedial action has not been taken. അപ്പോൾ എന്താണ് റെമഡിയൽ ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ പാർട്ടീസ് ആരൊക്കെ ആണോ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആ കാര്യം കൂടി എന്താണ് ബോർഡ് കൊടുക്കും. സ്പെസിഫിക് എംപ്ലോയീസ് ഓർ തേർഡ് പാർട്ടി റെൻഡർ. അതിന് ശേഷം എന്താണെന്ന് ചെയ്യാമെന്ന് വെച്ചാൽ ഓർഡർ കൊടുക്കാത്തൊരു കാര്യം കൂടി ഇവർ കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ റെമഡിയൽ ആക്ഷൻ ടേക്കൺ. എന്തൊക്കെ റെമഡിയൽ ആക്ഷനാണ് ബോർഡ് എടുത്തിട്ടുള്ളത് റിഗാർഡിംഗ് ദിസ് ഫ്രോഡ്, അതും കൂടി എന്താണ് ഇവരുടെ റിപ്പോർട്ടിൽ കൊടുക്കും. ഈ ഒരു കാര്യം ഓഡിറ്റർ കൊടുക്കില്ല, കാരണം ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി അല്ലത്, അത് ബോർഡിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു ഫ്രോഡ് നടന്നാൽ അതിന് എതിരായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം, അതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. എക്സാമ്പിൾ ടെർമിനേഷൻ ഇൻവോൾവ് പേഴ്സണൽ ഓർ ടൈറ്റനിങ് ഇൻറ്റേർണൽ കൺട്രോൾ. അപ്പോൾ ആ വ്യക്തി ഫ്രോഡിൽ ഇൻവോൾവ് ആയ വ്യക്തിനെ ഒഴിവാക്കുകയോ ടെർമിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് ഇൻറ്റേർണൽ കൺട്രോൾ കുറച്ചുകൂടി ടൈറ്റ് ആക്കുകയോ, എന്ത് ആക്ഷനാണ് അവർ എടുത്തിട്ടുള്ളത് ആ കാര്യം എന്ത് ചെയ്യണം ഇവരുടെ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ. ദെൻ സേഫ് ഗാർഡ് ഫോർ ഓഡിറ്റേഴ്സ്. സെക്ഷൻ 143 subsection 13 protects auditors acting in good faith when reporting fraud under section 143 subsection 12. അപ്പോൾ എന്താ പറഞ്ഞാൽ വെച്ചാൽ നമ്മൾ സെക്ഷൻ 143 subsection 12 പ്രകാരം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഫ്രോഡ് 1 crore മുകളിൽ ഒരു ഫ്രോഡ് നടക്കുകയാണെങ്കിൽ നമ്മളത് സെൻട്രൽ ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്യും. അതെന്താണ്, അതൊരു കമ്പനീൻ്റെ ഡാറ്റ നമ്മളൊരു തേർഡ് പാർട്ടി, സെൻട്രൽ ഗവൺമെൻറ് ഒരു തേർഡ് പാർട്ടിയാണല്ലോ, അവർക്ക് നമ്മൾ ഡിസ്ക്ലോസ് ആണ് ചെയ്യുന്നത്. സോ അത് ശരിക്കും ഓഡിറ്റ് കോൺഫിഡൻഷ്യാലിറ്റി മാറ്റർ എന്നാണ് അവിടെ പോവുകയല്ല ചെയ്യുന്നത്. സോ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ സെക്ഷൻ 143 subsection 13 പറയുന്നുണ്ട് ഓഡിറ്റ് എന്താണ് ഗുഡ് ഫെയ്ത്തിലാണ് ഈ ഒരു കാര്യം ചെയ്തതെങ്കിൽ, എന്ന് വെച്ചാൽ ആ ഫ്രോഡ് കമ്പനീൻ്റെ ബെനിഫിഷ്യലിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്രോഡ് ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലാതെ വേറൊരു കാര്യത്തിനും വേണ്ടിയിട്ടല്ല. സോ അതുകൊണ്ട് തന്നെ സെക്ഷൻ 143 പ്രകാരം ഓഡിറ്റർ ആക്ട് ചെയ്യുന്നത്, ഈ ഒരു ഫ്രോഡ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് ഗുഡ് ഫെയ്ത്തിലാണെങ്കിൽ സെക്ഷൻ 143 subsection 13 പ്രകാരം ഓഡിറ്റർ എന്താണ് ലീഗലി പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ. എക്സാമ്പിൾ റിപ്പോർട്ടിംഗ് മിസ് മാനേജ്മെൻറ്റ് ഇൻ കംപ്ലയൻസ് വിത്ത് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്യുന്നില്ല, പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് പ്രകാരം എന്താണ് ഒരു മിസ് മാനേജ്മെൻറ്റ് ഓഡിറ്റർ എന്താണ് റിപ്പോർട്ട് ചെയ്തു, അതെന്താണ് ഓഡിറ്ററിനെ സേഫ് ഗാർഡ് ചെയ്യും ഫ്രം പെനാൽറ്റീസ്. ഓക്കെ. ദെൻ അപ്ലിക്കേഷൻ ടു കോസ്റ്റ് ആൻഡ് സെക്രട്ടറിയൽ ഓഡിറ്റേഴ്സ്. അപ്പോൾ ഫ്രോഡ് റിപ്പോർട്ടിംഗ് പ്രൊവിഷൻസ് അപ്ലൈ ടു കോസ്റ്റ് ഓഡിറ്റേഴ്സ് അണ്ടർ സെക്ഷൻ 148 ആൻഡ് സെക്രട്ടറി ഓഡിറ്റർ അണ്ടർ സെക്ഷൻ 204. അപ്പോൾ എന്താണ് ഈ ഒരു ഫ്രോഡ് റിപ്പോർട്ടിംഗ് പ്രൊവിഷൻ എന്താണ് കോസ്റ്റ് ഓഡിറ്റേഴ്സും അതേമാതിരി തന്നെ സെക്രട്ടറിയൽ ഓഡിറ്റേഴ്സിനും ആപ്ലിക്കബിൾ ആണ്. ഏതൊക്കെ സെക്ഷനിൽ? കോസ്റ്റ് ഓഡിറ്ററിന് സെക്ഷൻ 148 പ്രകാരവും സെക്രട്ടറിയൽ ഓഡിറ്ററിന് സെക്ഷൻ 204 പ്രകാരമാണ് ഇത് അപ്ലൈ ആവുന്നത്, ഈ ഒരു ഫ്രോഡ് റിപ്പോർട്ടിംഗ് പ്രൊവിഷൻസ്. ഓക്കെ. അപ്പോൾ സെക്ഷൻ 143 പ്രകാരം 143 subsection 12 പ്രകാരം ഓഡിറ്റർ എന്ത് ചെയ്യണം ഫ്രോഡ് റിപ്പോർട്ടിംഗ് കംപ്ലൈ ചെയ്യണം. സെക്ഷൻ 148 പ്രകാരം കോസ്റ്റ് ഓഡിറ്റർ കംപ്ലൈ ചെയ്യണം. സെക്ഷൻ 204 പ്രകാരം സെക്രട്ടറിയൽ ഓഡിറ്റർ കംപ്ലൈ ചെയ്യണം ഈ ഒരു ഫ്രോഡ് റിപ്പോർട്ടിംഗ്. സോ ഈ 3 സെക്ഷൻസ് പ്രകാരം ഇവരിത് കംപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ഇവർക്ക് ഇത് എന്തും വരും, ഇവർക്ക് പെനാൽറ്റീസും വരും. ആ പെനാൽറ്റീസാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് പെനാൽറ്റി വെച്ചാൽ ഒരു ലിസ്റ്റഡ് കമ്പനിയാണെങ്കിൽ ഒരു ലിസ്റ്റഡ് കമ്പനിക്കാണ് ഇവർ എന്ത് ചെയ്യാത്തത് ഈ ഒരു സെക്ഷൻ ഫ്രോഡ് റിപ്പോർട്ടിംഗ് സെക്ഷൻ കംപ്ലൈ ചെയ്യാത്തതെങ്കിൽ 5 ലക്ഷം രൂപയാണ് പെനാൽറ്റി വരിക ഓഡിറ്ററിന്. എക്സാമ്പിൾ ഇഫ് എ ലിസ്റ്റഡ് കമ്പനീസ് ഫ്രോഡ് റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ് ഇസ് നോട്ട് മെറ്റ് 5 lakh പെനാൽറ്റി അപ്ലൈസ്. ഇനി അതർ കമ്പനീസിനാണെങ്കിൽ ലിസ്റ്റഡ് കമ്പനീസിനല്ലാതെ മറ്റുള്ള എല്ലാ കമ്പനീസിനും എന്താണ് 1 ലക്ഷം രൂപയാണ് പെനാൽറ്റി വരിക ഓഡിറ്റേഴ്സിന്, ഇത് ഈ ഒരു റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ. ഫെയിലിംഗ് ടു റിപ്പോർട്ട് ഫ്രോഡ് ഇൻ എ പ്രൈവറ്റ് കമ്പനി റിസൾട്ട് ഇൻ ₹1 lakh പെനാൽറ്റി. ഓക്കെ. ഇനി റിപ്പോർട്ടിംഗ് അണ്ടർ കാരോ 2020 ഓഡിറ്റർ മസ്റ്റ് റിപ്പോർട്ട് ക്ലോസ് 11 പാരഗ്രാഫ് 3 ഓഫ് കാരോ 2020. അപ്പോൾ ഇത് നമ്മൾ എന്താണ് ഈ ഒരു കാരോനെ കുറിച്ച് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്താണ് പറഞ്ഞത് ജസ്റ്റ് നോക്കും. ഇപ്പോൾ ജസ്റ്റ് പറയാണ് ഇവിടെ അതിലെ പാരഗ്രാഫ് 3 ക്ലോസ് 11 എന്ത് പറയുന്നുണ്ട്, ഈ ഒരു ഫ്രോഡ് റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇഫ് എനി ഫ്രോഡ് ബൈ ഓർ ഓൺ ദ കമ്പനീസ് നോട്ടീസ്ഡ് ഓർ റിപ്പോർട്ടഡ്, അത് എന്താണ് ഈ ഒരു പാരഗ്രാഫിൽ മെൻഷൻ ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇൻക്ലൂഡ് ദ നേച്ചർ ആൻഡ് എമൗണ്ട് ഇൻവോൾവ്. അപ്പോൾ ഏത് നേച്ചറിലുള്ള ഫ്രോഡാണ്, അതേമാതിരി തന്നെ എത്ര എമൗണ്ട് ആണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്, ഈ കാര്യം എന്താണ് കാരോയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഏതിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ക്ലോസ് 9 ഓഫ് പാരഗ്രാഫ് 3. പാരഗ്രാഫ് 3 നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്യുക. സോ അതിലെ ക്ലോസ് മാത്രം ഓർത്താൽ മതി. ക്ലോസ് 9 ആണ് ഫ്രോഡ്. എക്സാമ്പിൾ എ ഫ്രോഡ് ഓഫ് ₹50 lakh മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ് വിത്ത് ദ ഡീറ്റെയിൽ ഓഫ് നേച്ചർ ആൻഡ് പാർട്ടീസ് ഇൻവോൾവ്. ഓക്കെ. ദെൻ ഗൈഡൻസ് ഫ്രം ICAI.
The ICA has issued guidance note on reporting fraud under section 143 subsection 12 to assist the auditor with compliance. അപ്പോൾ എന്താണ് ICA എന്ത് ചെയ്തിട്ടുണ്ട്? ഗൈഡൻസ് നോട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഒരു ഓഡിറ്ററിന് സെക്ഷൻ 143 സബ്സെക്ഷൻ 12 പ്രകാരം ഒരു ഫ്രോഡ് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നാൽ അവർ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചൊരു ഗൈഡൻസ് നോട്ട് ICA എന്താണ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ദെൻ ഡെഫിനിഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ്. ഡെഫിനിഷൻ ഡിഫറൻസ്. ദ ഫ്രോഡ് അണ്ടർ സെക്ഷൻ 447. അപ്പോൾ 447 പ്രകാരം ഫ്രോഡ് എന്താണെന്ന് വെച്ചാൽ ഇൻക്ലൂഡ്സ് ആക്ട് ഇൻറ്റൻഡ് ടു ഹാം ദ കമ്പനീസ് ഇൻട്രസ്റ്റ്. അപ്പോൾ കമ്പനീൻ്റെ ഇൻട്രസ്റ്റിനെ ഹാം ചെയ്യുന്ന ഒരു ആക്റ്റാണ് ഇത് ഫ്രോഡ്, സെക്ഷൻ 447 പ്രകാരം. അപ്പോൾ ഫ്രോഡിന് 2 സെക്ഷൻസാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഒന്ന് സെക്ഷൻ 447 ഒന്ന് സെക്ഷൻ SA 240. ഈ 2 സെക്ഷൻസാണ് എന്ത് ഡിഫൈൻ ചെയ്യുന്നത്. ഈ 447 പ്രകാരം എന്താണ് ഒരു കമ്പനീൻ്റെ ഇൻട്രസ്റ്റിനെ ഹാം ചെയ്യുന്ന ഒരു ആക്റ്റാണ് എന്ത് ഫ്രോഡ്. SA 240 പ്രകാരം എന്താണ് ഫോക്കസ് ഓൺ ഫ്രോഡ് റിസ്ക് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ 240 ഫോക്കസ് ചെയ്യുന്നത് എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഫ്രോഡുകളാണ്. ഫ്രോഡ് റിസ്കിനെയാണ് 240 ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡിറ്റക്ഷൻ ചാലഞ്ചസ്. അപ്പോൾ ഒരു ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഓഡിറ്ററിന് ഉണ്ടാകുന്ന ചാലഞ്ചുകൾ എന്തൊക്കെയാണ് അതാണ് ഇവിടെ പറയുന്നത്. ഫ്രോഡ് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മേ ഗോ അൺഡിറ്റക്റ്റഡ്. അപ്പോൾ എന്താണ് ഫ്രോഡ് എന്തെയില്ല, ഫ്രോഡ് റിഫ്ലക്റ്റ് ചെയ്യാത്ത ഫ്രോഡ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യാത്ത ഫ്രോഡുകൾ എന്താണ് ഡിറ്റക്റ്റ് ചെയ്യാണ്ട് പോകും. എക്സാമ്പിൾ അൺഡോക്യുമെൻറ്റഡ് പേ ഓഫ് ടു എംപ്ലോയീസ്. അപ്പോൾ എംപ്ലോയീസിന് നമ്മളെന്താണ് ഒരു പേ ഓഫ് കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്തിട്ടില്ല, കമ്പനി ഡോക്യുമെൻറ്റ് ചെയ്തിട്ടില്ല, അതെന്താണ് അത് അൺഡിറ്റക്റ്റ് ചെയ്യാണ്ട് പോകും, ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്ത നമുക്ക് പോകും. ദെൻ ഫ്രോഡ് ഫ്രം നോൺ ഫിനാൻഷ്യൽ ആക്ട് സച്ച് ആസ് പാസ്വേഡ് മിസ്യൂസ് മേ നോട്ട് ബി എവിഡൻറ്റ് ടു ഓഡിറ്റേഴ്സ്. അപ്പോൾ എന്താണ് ഒരു നോൺ ഫിനാൻഷ്യൽ ഫ്രോഡ് ആണെങ്കിൽ അതെന്താണ് അതും ഡിറ്റക്റ്റ് ചെയ്യാൻ ഓഡിറ്ററിന് വളരെ ബുദ്ധിമുട്ടാണ്, അത് ചാലഞ്ചസ് ആണ് ഓഡിറ്ററിൻ്റെ. അപ്പോൾ നമ്മളെന്താണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യാത്ത ഫ്രോഡും അതേമാതിരി തന്നെ നോൺ ഫിനാൻഷ്യൽ ഫ്രോഡുകളും എന്താണ് ഒരു ഡിറ്റക്റ്റ് ചെയ്യാൻ ഓഡിറ്ററിന് ചാലഞ്ചുള്ള കാര്യങ്ങളാണ്. സോ മേ നോട്ട് ബി എവിഡൻറ്റ് എന്ന് വെച്ചാൽ ഒരു പാസ്വേഡിൽ ഒരു മിസ്യൂസ് നടത്തുകയാണെങ്കിൽ അതെന്താണ് അത് ഓഡിറ്ററിന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ ഓഡിറ്റേഴ്സ് കൺസിഡറേഷൻ. ഇൻകോർപ്പറേറ്റ് ഫ്രോഡ് റിസ്ക് അസസ്മെൻറ്റ് ഡ്യൂറിങ് ഓഡിറ്റ് പ്ലാനിങ് ആസ് പെർ SA 240. അപ്പോൾ SA 240 പ്രകാരമാണത് ഓഡിറ്റർ ഓഡിറ്റ് പ്ലാൻ നടത്തേണ്ടത്. ഈ ഒരു ഫ്രോഡ് റിസ്ക് അസസ്മെൻറ്റ് പ്രകാരം ഒരു ഫ്രോഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഫ്രോഡ് അസസ്മെൻറ്റ് ചെയ്യുന്നത് എന്താണ് SA 240 പ്രകാരമാണ് ഓഡിറ്റർ ചെയ്യേണ്ടത്, ഓഡിറ്റ് പ്ലാൻ നടത്തേണ്ടത്. എക്സാമ്പിൾ ഇവാലുവേറ്റ് പൊട്ടൻഷ്യൽ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് കോസ്റ്റ് ബൈ ഫ്രോഡ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ ഫ്രോഡ് വരുന്നത് മാത്രമാണ് ഓഡിറ്റർ മെയിനായിട്ട് നോക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനാണ് ഓഡിറ്റർ എന്ത് ചെയ്യേണ്ടത് ഓഡിറ്റ് പ്ലാൻ ചെയ്യേണ്ടത്, അല്ലാതെ SA 447 പ്രകാരമല്ല. നോട്ട് റിഫർ ടു ദ ഗൈഡൻസ് നോട്ട് ഓൺ റിപ്പോർട്ടിംഗ് ഓൺ ഫ്രോഡ് അണ്ടർ സെക്ഷൻ 143 സബ്സെക്ഷൻ 12 ഫോർ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം റിഫർ ചെയ്യണം ഗൈഡൻസ് നോട്ട് സെക്ഷൻ 143 സബ്സെക്ഷൻ 12 പ്രകാരമുള്ള ഗൈഡൻസ് നോട്ട് എന്താണ് റിഫർ ചെയ്താൽ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതാണെന്ത് ഡ്യൂട്ടി ടു റിപ്പോർട്ട് ഓൺ ഫ്രോഡ്. അപ്പോൾ നമ്മൾ ഫ്രോഡ് റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി, എങ്ങനെയാണ് ഫ്രോഡ് റിലേറ്റഡ് ഓഡിറ്റിൻ്റെ ഡ്യൂട്ടീസ് വരുന്നത്, അതിൻ്റെ റിപ്പോർട്ടിംഗ് ആയുള്ള ഡ്യൂട്ടീസ് വരുന്നത് നമ്മൾ കാര്യം നോക്കി. ഇനി നെക്സ്റ്റ് വെച്ചാൽ ഡ്യൂട്ടീസ് ടു റിപ്പോർട്ട് ഓൺ എനി അതർ മാറ്റർ സ്പെസിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഏതെങ്കിലും ഒരു കാര്യം പറയാണ്, സ്പെസിഫൈ ചെയ്യാണ്, അപ്പോൾ അതിൽ ഓഡിറ്റിൻ്റെ ഡ്യൂട്ടി എന്താണ്, അതിൻ്റെ റിപ്പോർട്ടിംഗ് ഡ്യൂട്ടി എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് അതോറിറ്റി. ദ സെൻട്രൽ ഗവൺമെൻറ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ NFRA may direct auditors to include specific statement in their report for specified class of companies. അപ്പോൾ എന്താണ് ചില സ്പെസിഫൈഡ് ക്ലാസ് ഓഫ് കമ്പനീസിൻ്റെ കേസുകളിൽ സെൻട്രൽ ഗവൺമെൻറ് എന്ത് പറയും, സെൻട്രൽ ഗവൺമെൻറ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി NFRAൻ്റെ കൺസൾട്ടേഷൻ പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് ചില സ്പെസിഫൈഡ് ക്ലാസ് ഓഫ് കമ്പനീസിന് ഒരു സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് പറയും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റിപ്പോർട്ടിൽ ആ ഒരു മാറ്റേഴ്സും കൂടി ആ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും കൂടി നമ്മൾ റിപ്പോർട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം ഫോർ സച്ച് സ്പെസിഫൈഡ് ക്ലാസ് ഓഫ് കമ്പനീസ്. ദെൻ ഇൻറ്ററിം കൺസൾട്ടേഷൻ. Until NFRA is constituted, the consultation is carried out with the committee chaired by a joint secretary or equivalent in the Ministry of Corporate Affairs. അപ്പോൾ എന്താണ് NFRA കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് സെൻട്രൽ ഗവൺമെൻറ് എന്തായിരുന്നു വേറൊരു കമ്മിറ്റി ആയിട്ടായിരുന്നു ഈ ഒരു കൺസൾട്ടേഷൻ നടത്തൽ. നമ്മളിപ്പോൾ പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ് എന്താണ് NFRA ആയിട്ട് കൺസൾട്ടേഷൻ നടത്തിയിട്ടാണ് ഈ ഒരു കാര്യം പറയുക. ഇത് ചില സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു കമ്പനീസിന് എന്താണ് ഒരു സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞത്. ഈ ഒരു NFRA ഉണ്ടാകുന്നതിന് മുമ്പ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താണ്
വേറൊരു കമ്മിറ്റി ആയിട്ടാണ് ഓഡിറ്റർ സെൻട്രൽ ഗവൺമെൻറ് കൺസൾട്ടേഷൻ നടത്തൽ. അതിലെന്താണ് ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും ബൈ എ ജോയിൻറ്റ് സെക്രട്ടറി ഓർ എൻ ഇക്വലൻറ്റ് ഇൻ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. അപ്പോൾ MCAയിൽ ഒരു ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരാൾ, ഒരു ജോയിൻറ്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഒരു ഇക്വലൻ്റ് MCAയിൽ ഒരാളോ ആയിരിക്കും അതിൽ ചെയർപേഴ്സൺ ആയിട്ട് ഉണ്ടാവുക. അവരുമായിട്ടായിരുന്നു ആദ്യം ഈ സെൻട്രൽ ഗവൺമെൻറ് കൺസൾട്ടേഷൻ നടത്തൽ. ദെൻ റെപ്രസെൻറ്റേറ്റീവ് ഇൻക്ലൂഡ്സ് ICA. അതിൽ ആരുണ്ടാവും? ICA റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഇൻഡസ്ട്രി ചേംബറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, NACAസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ആൻഡ് ദ ഓഫീസേഴ്സ് ഓഫ് ദ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെയും അതിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഈ ഒരു പഴയ കമ്മിറ്റിയിൽ. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ചാൽ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദ കമ്പനീസ് ഓഡിറ്റർ വിത്ത് റെഫറൻസ് ടു ബ്രാഞ്ച് ഓഡിറ്റ്. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് ഓഡിറ്റിൽ എന്താണ് ഒരു കമ്പനി ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടീസും പവേഴ്സും? ബ്രാഞ്ച് ഓഡിറ്റ് നമ്മൾ ഓൾറെഡി ചാപ്റ്റർ 3 നമ്മൾ SA 600 നമ്മൾ നോക്കിയാണ് യൂസിങ് ദ വർക്ക് ഓഫ് അനദർ ഓഡിറ്റർ. അപ്പോൾ നമ്മൾ ഒരു ബ്രാഞ്ച് ഓഡിറ്റർ അല്ലെങ്കിൽ അനദർ ഓഡിറ്റർ, അയാളുടെ വർക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഒരു കമ്പനി ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടീസ്, ആ കാര്യം നമ്മൾ ഓൾറെഡി നമ്മൾ SA 600 നമ്മൾ കുറേ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് സ്പെസിഫൈഡ് ടു എ ബ്രാഞ്ച് ഓഡിറ്റ്സ് ആൻഡ് ബ്രാഞ്ച് ഓഡിറ്റേഴ്സ് ആർ ഡിസ്കസ്ഡ് ഇൻ ഡീറ്റെയിൽഡ് സെപ്പറേറ്റ്ലി. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ്ലി അത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട്. അതുകൊണ്ട് നമ്മളിവിടെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. അത് നമ്മളെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവിടെ സ്പെസിഫിക് ആയിട്ട് ചാപ്റ്റർ 7 അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ദെൻ ഇനി ലാസ്റ്റ് ഡ്യൂട്ടിയാണ് ഓഡിറ്ററിൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടി ടു സ്റ്റേറ്റ് ദ റീസൺ ഫോർ ക്വാളിഫിക്കേഷൻ ഓർ നെഗറ്റീവ് റിപ്പോർട്ട്. അപ്പോൾ ഒരു ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റിപ്പോർട്ടോ നമ്മൾ കൊടുക്കുകയാണ്, നമ്മളെന്ന് വെച്ചാൽ ഓഡിറ്റർ കൊടുക്കുകയാണ്. സോ അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ റിക്വയർമെൻറ്റ് ആസ് പെർ സെക്ഷൻ 143 subsection 4. Okay, section 143 subsection 4, when any matter in the auditor's report is answered negatively or with a qualification, the auditor must state the reason for such qualification. അപ്പോൾ നമ്മളുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഏതെങ്കിലും ഒരു മാറ്റർ നമ്മൾ നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ റീസൺ നമ്മൾ അതിൽ പറയണം. സച്ച് ക്വാളിഫിക്കേഷൻ്റെ റീസൺ നമ്മൾ മെൻഷൻ ചെയ്യണം. എക്സാമ്പിൾ, ഇൻകംപ്ലീറ്റ് ഫിനാൻഷ്യൽ റെക്കോർഡ് ലീഡ്സ് ടു എ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ നമ്മൾ ഒരു ക്വാളിഫിക്കേഷൻ റിപ്പോർട്ടാണ് കൊടുക്കുക. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ക്വാളിഫിക്കേഷൻ്റെ റീസൺ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ. ദെൻ ദ റീസണിങ് എൻഷുർ എന്ന് വെച്ചാൽ നമ്മൾ ആ റീസൺ കൊടുക്കുന്നത് എന്ത് എൻഷുർ ചെയ്യും? ട്രാൻസ്പെറൻസി ആൻഡ് ഹെൽപ്പ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദ ബേസിസ് ഫോർ ദ ക്വാളിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ കൊടുത്ത ക്വാളിഫിക്കേഷൻ്റെ ഒരു ബേസിസ് എന്താണ് മനസ്സിലാക്കാൻ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. അതേമാതിരി തന്നെ നമ്മൾ റിപ്പോർട്ട് കൂടുതൽ ട്രാൻസ്പെറൻറ്റും ആവും. ഈ റീസൺ കൊടുക്കുന്നതിലെ കൂടെ നമ്മൾ ഓഡിറ്റർ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. നോട്ട്, ദ ഓഡിറ്റേഴ്സ് ആർ റിക്വയർഡ് ടു ഫോളോ പ്രിസ്ക്രൈബ്ഡ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗൈഡൻസ് ഫോർ കോംപ്രഹെൻസീവ് കംപ്ലയൻസ്. അപ്പോൾ ഒരു പ്രിസ്ക്രൈബ് ചെയ്യുന്ന റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സും 700 സീരീസും 705 ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ആ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സും അതേമാതിരി തന്നെ ഗൈഡൻസും യൂസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഫോർ കോംപ്രഹെൻസീവ് കംപ്ലയൻസ്. ഓക്കെ, അപ്പം നമ്മൾ ഈ 8 ഡ്യൂട്ടീസും സെക്ഷൻ 143 പ്രകാരം കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 143 പ്രകാരമുള്ള 8 ഡ്യൂട്ടീസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഈ 7ാമത്തെ പാർട്ട് എന്ന് വെച്ചാൽ ഡ്യൂട്ടീസാണ്, ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടീസാണ് നമ്മൾ ചെക്ക് ചെയ്തത്. ഇനി നെക്സ്റ്റ് പാർട്ടിൽ 8th പാർട്ടിൽ നമ്മൾ നോക്കുന്ന ടോപ്പിക്കാണ് കാരോ 2020. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ആ ടോപ്പിക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഡ്യൂട്ടീസ് അക്കോർഡിംഗ് ടു സെക്ഷൻ 143. സോ താങ്ക് യു.